ഓക്കെ, ഇന്ന് നമ്മളപ്പോൾ നോക്കുന്നത് നമ്മുടെ ഇന്നലത്തെ ബാക്കിയായിട്ടുള്ള ബോധന തന്ത്രങ്ങളാണ്. എന്താണ് ബോധനതന്ത്രം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? ബോധനതന്ത്രം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്നെ അറിയാമോ? ബോധനതന്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം ഇനി ഐഡിയ? ബോധനശാസ്ത്രപരമായ അപഗ്രഥനം എന്ന് കേട്ടിട്ടുണ്ടോ? ആ സാധനം കേട്ടിട്ടുണ്ടോ? ബോധനശാസ്ത്രപരമായ അപഗ്രഥനം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. പെഡഗോഗിക് അനാലിസിസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതുണ്ട്. അതിൻ്റെ മലയാളമാണ് കേട്ടോ, ബോധനശാസ്ത്രപരമായ അപഗ്രഥനം കേട്ടോ. അപ്പോൾ ബോധനതന്ത്രം എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മൾ ഈ പെഡഗോഗിക് അനാലിസിസ് എന്തിനാണ് എഴുതുന്നത്? അതൊന്ന് കേൾക്കട്ടെ. പെഡഗോഗിക് അനാലിസിസ് ടീച്ചർമാരായ നമ്മൾ എന്തിനാണ് എഴുതുന്നത്? എഴുതാറില്ലേ ആരും? വേണ്ട. ടീച്ചിങ് മാനുവൽ എന്തിനാണ് എഴുതുന്നത്? ടീച്ചിങ് മാനുവൽ എന്നതിനാണ് എഴുതുന്നത്? ടീച്ചിങ് മാനുവലൊക്കെ നമ്മൾ എഴുതി HMമാർക്കൊക്കെ സബ്മിറ്റ് ചെയ്ത്. എന്തോ കേട്ടില്ല? കുട്ടികൾക്ക് ശരിയായിട്ടുള്ള ബോധനം നൽകുവാൻ. അപ്പം ബോധനതന്ത്രം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്നാ? നമ്മൾ പഠിപ്പിക്കുന്ന രീതികൾ, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് മുറിയിൽ പ്രയോഗിക്കുന്ന മെത്തേഡ്സ് ടു സ്റ്റഡി, അല്ലെങ്കിൽ മെത്തേഡ്സ് ടു ലേൺ, മെത്തേഡ്സ് ടു ടീച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഒരു കാര്യം കുട്ടികളെ പഠിപ്പിക്കേണ്ട നമ്മൾ ടീച്ചേഴ്സായ നമ്മൾ അവലംബിക്കുന്ന രീതികൾക്ക് പറയുന്ന പേരാണ് ബോധനതന്ത്രങ്ങൾ. സിമ്പിളായിട്ട് പറഞ്ഞാൽ കളിരീതി ഒരു ബോധനതന്ത്രമാണോ? കളിരീതി കുട്ടികളെ അതൊരു ബോധനതന്ത്രം അല്ലേ? ഇനിയും നമുക്ക് നമ്മുടെ ചാർട്ടൊക്കെ നമ്മൾ കൊണ്ടുപോയി വരച്ചൊക്കെ കാണിക്കുന്ന ഒരു ബോധന രീതിയാണോ? അതെ. ഇനിയും നമ്മുടെ ഫ്ലാഷ് കാർഡ്സ് കാണിക്കത്തില്ലേ? ഫ്ലാഷ് കാർഡ് എന്നാന്ന് അറിയത്തില്ല. ഒരു സൈഡിൽ നമ്മളിപ്പം ആപ്പിൾ എന്ന് എഴുതി, മറ്റേ സൈഡിൽ നമ്മൾ ആപ്പിളിൻ്റെ പടം കാണിച്ചു. അതൊരു ബോധന രീതിയാണോ? പിക്ചോറിക്കൽ റെപ്രസെൻ്റ് അതും അതെ. കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള പല വ്യത്യസ്തങ്ങളുടെ രീതികളുണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതികളാണ് അപ്പം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ നിന്നും ചോദ്യങ്ങളുണ്ട് കേട്ടോ. ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കുന്നത്: ഒരു വ്യക്തിയോ വസ്തുവിനെയോ പദാർത്ഥത്തെയോ പ്രക്രിയയോ സംഭവത്തെക്കുറിച്ചുള്ള വാക്കുകളിലൂടെയുള്ള ചിത്രീകരണം ഏത് ബോധന രീതിയിൽ പെടുന്നു? അതിനകത്ത് ചോദിക്കും വിവരണം, വർണ്ണനം, അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റോമിങ്, ഇങ്ങനെയുള്ള പല ഓപ്ഷൻസ് ആണ്. അതിനകത്ത് നമ്മൾ ഏതാണെന്ന് നോക്കി വേണം കൊടുക്കാൻ. അതായത് ഇങ്ങനെയൊക്കെ ബോധന രീതികളോട് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പ്രാപ്തരാണോ, അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന് നോക്കുവാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഉള്ളത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, എന്താണ് ബോധനതന്ത്രങ്ങൾ? ബോധനതന്ത്രം എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന രീതികൾ, ക്ലാസ് മുറിയിൽ നമ്മൾ പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാം. എന്താണ് ഒന്നാമത്തേത്? വിവരണം എന്നാണെന്ന് പറയുന്നത്. നോക്കിയേ, മറ്റുള്ളവരുടെ അറിവിലേക്കായി നടത്തുന്ന കഥനമോ സംഭവ വിവരങ്ങളുടെ വാചിക വിവരണമോ ആയ ബോധനതന്ത്രമാണ് വിവരണം എന്ന് പറയുന്നത്. അതായത് നറേഷൻ നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള പരിപാടി. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി നറേറ്റ് ചെയ്തുകൊണ്ട് പോവുക. അതിപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ അവരുടെ ഡേ ടു ഡേ ലൈഫ് പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ ദിവസവും അവർ കാണുന്ന കാര്യത്തെപ്പറ്റിയാകാം. എല്ലാത്തിനെയും പറ്റി നമ്മൾ എന്ത് ചെയ്യുവാണ്? വിവരണം തയ്യാറാക്കുക. അതായത് ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ, നിങ്ങളുടെ സുഹൃത്തിനെ പറ്റി ഒരു വിവരണം എഴുതുക, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി ഒരു വിവരണം എഴുതുക. അതിൻ്റെ അകത്ത് എന്താണ്? എൻ്റെ കൂട്ടുകാരൻ്റെ പേര് ഇന്നതാണ്, ഞാൻ അവനോട് എപ്പോഴും മിണ്ടും, അവൻ്റെ കാര്യങ്ങൾ എനിക്കുമായി പങ്കുവെക്കും, അല്ലേ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ എന്താണ്? ആ കിട്ടിയ കാര്യത്തെപ്പറ്റി നമ്മൾ വിവരിക്കുന്നു എന്നാണ് അതിന് പറയുന്നത്. അപ്പം നോക്കി, മറ്റുള്ളവരുടെ അറിവിലേക്കായി നടത്തുന്ന കഥയാകാം, അല്ലെങ്കിൽ ഒരു സംഭവ വിവരണമാകാം. കണ്ടോ? അതെങ്ങനെയാണ്? വാചികമായിട്ട് വേണം പറയാനായിട്ട്. അതായത് നമ്മൾ വാഗൊണ്ട് വേണം അത് പറയുവാനായിട്ട് കേട്ടോ. അതിനെ വിവരണം എന്ന് പറയും. അത് വാഗൊണ്ടോ വീഡിയോ ആയിട്ടോ കാണിക്കാം കേട്ടോ. അതിൻ്റെ അകത്തും വോയിസ് ഓവർ വരില്ല. അപ്പോൾ അങ്ങനെ വരുന്നതിന് പറയുന്ന പേരാണ് വിവരണമെന്ന്. അപ്പോൾ ഈ വാക്കുകൾ നോക്കി വെക്കണം. കഥനമോ അതുപോലെ തന്നെ സംഭവ വിവരണങ്ങളോ അല്ലെങ്കിൽ വാചിക വിവരണങ്ങൾക്കോ പറയുന്ന പേരാണ് വിവരണം അഥവാ നറേഷൻ എന്ന് പറയുന്നത്. ഈ സാധനം ഇംഗ്ലീഷിന് ചോദിക്കും കേട്ടോ. ഇംഗ്ലീഷിനും ഈ സാധനം ഇതേപടി ചോദിക്കുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ്? വർണ്ണനം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കിയേ. ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ പദാർത്ഥത്തെയോ പ്രക്രിയയോ സംഭവത്തെയോ വാക്കുകളിലൂടെ ചിത്രീകരിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. മുമ്പത്തേതിനകത്ത് വിവരണത്തിനകത്ത് അത് എന്താണ്? നമുക്ക് കഥപരമാകാം, അല്ലെങ്കിൽ സംഭവപരമാകാം, അല്ലെങ്കിൽ വാചികമാകാം. ഇവിടെ നോക്കി, ഇവിടുത്തെ ഒരു കുഴപ്പമുണ്ട്. നോക്കി, വാക്കുകളിലൂടെ മാത്രമാണ് ഇവിടെ ചിത്രീകരിക്കുന്നുണ്ടോ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് എന്താണ്? വാക്കുകളോട് മാത്രമേ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റത്തുള്ളൂ. മറ്റേതിൻ്റെ അകത്ത് എന്താണ്?
ഒരു കഥയായിട്ട് വേണമെങ്കിൽ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു നാടകം പോലെ വേണമെങ്കിൽ നമുക്ക് അവതരിപ്പിച്ചുകൊണ്ട് കാണിക്കാം. അതെല്ലാം ഒരു വിവരണത്തിനകത്ത് വരുന്നതാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ വാക്കുകളിലൂടെ മാത്രം ചിത്രീകരിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു വ്യക്തിയെയോ വസ്തുവിൻ്റെയോ പദാർത്ഥത്തെയോ പ്രക്രിയയോ സംഭവത്തെയോ വാക്കുകളിലൂടെ ചിത്രീകരിക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ് ഡിസ്ക്രിപ്ഷൻ. ഇത് നമ്മൾ മാറിപ്പോവും. അപ്പോൾ ഓർത്തിരിക്കണം, ഡിസ്ക്രിപ്ഷൻ അഥവാ വർണ്ണനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കുകളിലൂടെ മാത്രം പറയുന്നതാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനിയും വാക്കുകളിലൂടെയും മറ്റ് പല മേഖലയിലൂടെയും കഥയായി പറയാം, അല്ലെങ്കിൽ കഥയായി കാണിക്കാം, സംഭവങ്ങൾ കാണിക്കാം, അല്ലെങ്കിൽ സംഭവങ്ങൾ പറയാം. അങ്ങനെ വാചികമായ വിവരങ്ങൾ നടത്തുവാണെങ്കിൽ അതിനെ നറേഷൻ എന്ന് പറയും. രണ്ടും തമ്മിൽ മാറിപ്പോലെ, രണ്ടും തമ്മിൽ വ്യത്യാസം ഇതാണ്. ഒരെണ്ണം വാക്കുകളിലൂടെ മാത്രം, അല്ലെങ്കിൽ ഒരെണ്ണം വാചികമായിട്ട് മാത്രം പറയുമ്പോൾ മറ്റേത് വാചികമായും അല്ലാതെയും നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ എഴുതി വെച്ചാൽ മതി, അത്ര നമുക്ക് പഠിക്കാനുള്ളല്ലോ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ എക്സ്പോസിഷൻ. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ. അതായത് പഠിതാക്കളുടെ ചിന്തയെ ഉദ്ദീപിച്ച് അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിൻ്റെ അർത്ഥം ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നതാണ് എന്ത്? വിശദാവതരണം, അതായത് എക്സ്പോസിഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നോക്കിയേ, നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവരുടെ ചിന്തയെ ഉദ്ദീപിക്കണം, അതായത് അവർ തന്നെ ചിന്തിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അവതരിപ്പിച്ച പ്രമേയം, നമ്മൾ അവതരിപ്പിച്ച ഒരു പ്രശ്നം എന്ത് ചെയ്യണം? അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം അവരതിനെ പ്രയോഗിക്കാൻ നോക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം അവരോട് പറഞ്ഞാൽ ആ കാര്യത്തെപ്പറ്റി അവർ ചിന്തിച്ച് അതിൻ്റെ അർത്ഥം ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാനായിട്ട് അവരെ സഹായിക്കുന്നതാണ് എന്ത് പറയുന്നത്? വിശദാവതരണം അഥവാ എക്സ്പോസിഷൻ എന്ന് പറയും. ഇതും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം മിക്കപ്പോഴും ചോദിക്കുന്നതാണ്, എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന്, അല്ലെങ്കിൽ എന്താണ് ഇതുമായിട്ട് മീൻ ചെയ്യുന്നതെന്ന്. അതായത് പഠിതാക്കൾ, നമ്മുടെ മുമ്പിലിരിക്കുന്ന പഠിതാക്കളുടെ ചിന്തയെ നമ്മൾ ഉദ്ദീപിക്കുക, ചിന്തയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതായത് നമ്മുടെ NCF കേട്ടിട്ടുണ്ടോ? NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പറയും. അത് 2019 ഗണിതത്തിൽ പറഞ്ഞ ഒരു മെയിൻ കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? NCF 2009 കാലയളവിൽ മുൻപോട്ട് വന്നപ്പോൾ പറഞ്ഞൊരു മെയിൻ കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചിന്തയുടെ ഗണിതവൽക്കരണം. അതായത് ഓർക്കേണ്ടതാണ്, ഗണിതം പഠിപ്പിക്കുമ്പോൾ അവിടെ ചിന്തയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം, അല്ലെങ്കിൽ ചിന്തയെ നമ്മൾ ഗണിതവൽക്കരിക്കണം. അപ്പോൾ ചിന്തയിലൂടെ മാത്രമേ ഗണിതവൽക്കരിക്കാനായിട്ട് പറ്റും. മനക്കണക്കുകൾ കൂട്ടാം, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തില്ലേ നമ്മുടെ ടേബിൾസൊക്കെ കണ്ടുപിടിക്കുന്നത്, അങ്ങനത്തെ ഉള്ള ട്രിക്കുകളൊക്കെ നമുക്ക് ചെയ്യാം. ഇതൊക്കെ ചിന്തയെ ഉദ്ദീപിച്ച് വേണം ചെയ്യാനെന്നാണ് NCF അവിടെ പറഞ്ഞത്. അപ്പോൾ ഓർത്തിരിക്കണം, NCF മുന്നോട്ട് വെച്ച ഗണിതപരമായ കാഴ്ചപ്പാടാണ് എന്ത്? ചിന്തയുടെ ഗണിതവൽക്കരണം. അത് ഓർക്കണം കേട്ടോ, അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, മാത്സിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഇങ്ങനെ പഠിതാക്കളുടെ ചിന്തയെ നമ്മൾ ഉദ്ദീപിച്ച് അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിൻ്റെ അർത്ഥം ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്ന പറഞ്ഞ പേരാണ് വിശദാവതരണം അഥവാ എക്സ്പോസിഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഈ ഒരു പടം കാണാമോ നിങ്ങൾക്ക്? ഈ ഒരു പടം കാണാമോ? ഓക്കെ, നോക്കിക്കേ, എന്താണ് എക്സ്പോസിഷൻ? An exposition test is used by a writer to produce others. It is also used to criticize and review ideas and actions. അതായത് അതിൻ്റെ 4 സ്റ്റെപ്പുകളുണ്ട്, അത് നമുക്ക് നോക്കണ്ട. അതിനൊന്ന് നമുക്ക് ടൈറ്റിൽ വേണം. ഈ ഒരു കാര്യം കൊടുക്കാനായിട്ട് നമുക്കൊരു ടൈറ്റിൽ വേണം. അതായത് ഇത്രയേ ഉള്ളൂ, എ ഷോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി ടോപ്പിക്. ഇവിടെ ടോപ്പിക് ആണോ? ടൈം ഫോർ പ്ലേ, കളിക്കാനുള്ള സമയം വേണം. ഇനി നോക്കി, അതിനൊരു ഓവർവ്യൂ വേണം. നിങ്ങൾ ഈ സ്റ്റെപ്പുകളൊന്നും പഠിക്കേണ്ട, പക്ഷേ ഈ സാധനം എന്നാന്ന് മാത്രം മനസ്സിലാക്കിയാൽ. എന്താണ് ഓവർവ്യൂ? എ ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി റൈറ്റേഴ്സ് വ്യൂ ഓഫ് ദി മെയിൻ ടോപ്പിക്. എന്താണ് അവരുടെ പ്രശ്നമെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നാന്ന് നോക്കിയേ? സ്കൂൾസ് ആർ ഗിവിങ് സ്റ്റുഡൻസ് മച്ച് മോർ ഹോംവർക്ക്. ദിസ് ഈസ് ബിക്കോസ് പേരൻസ് ബിലീവ് മോർ ഹോംവർക്ക് ഈസ് ബെറ്റർ ഫോർ ദി ഫ്യൂച്ചർ, ബട്ട് ദിസ് ഈസ് നോട്ട് ഗുഡ് ആസ് ഇറ്റ് സീംസ്. എന്താണ് പറഞ്ഞത്? സ്കൂളിൽ ഒരുപാട് ഹോംവർക്ക് കൊടുക്കുന്നുണ്ട് ടീച്ചേഴ്സ്. എന്താ കൊടുക്കാൻ കാരണം എന്നാ? പേരൻസ് വിചാരിച്ചിരിക്കുന്നത് ഹോംവർക്ക് കൊടുത്താൽ മാത്രമേ പിള്ളേരുടെ ഭാവി സുനിശ്ചിതമാകത്തുള്ളൂ, അല്ലെങ്കിൽ ഭാവി സെറ്റ് ആവത്തുള്ളതാണ് പേരൻസ് വിചാരിച്ചിരിക്കുന്നത്. അത് ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി അതിൻ്റെ റീസൺ പറയുന്നത് എന്നാ? ദി പോയിന്റ് സപ്പോർട്ടിങ് ദി റൈറ്റേഴ്സ് വ്യൂ. ദി റൈറ്റർ ക്യാൻ ബി ഫോർ ഓർ എഗെയിൻസ്റ്റ് ദി ടോപ്പിക്. അതായത് നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുമ്പോൾ പറഞ്ഞ കാര്യത്തോട് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം, നെഗറ്റീവായിട്ട് ചിന്തിക്കാം, അല്ലേ? അതാണ് പറയുന്നത് കേട്ടോ. അത് ഒന്നെങ്കിൽ പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആകാം. അതാണ് പറയുന്നത്. ഒന്നെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആകാം. നെഗറ്റീവായിട്ട് ചിന്തിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. അതിൻ്റെ റീസൺ പറയുന്നുണ്ടോ?
because they get too much homework. Children are having their time for play stolen from them. Children need their playtime to exercise and to meet their friends. It is not fair that some students have more homework. It makes them very angry and that can't play as much as the others. കണ്ടോ അതിൻ്റെ റീസൺ പറയുന്നുണ്ട്, അതായത് ഇതിനെ സപ്പോർട്ട് ചെയ്താൽ പറയുന്നത് അല്ലേ, ഈ ഒരു കാര്യത്തെ ഹോംവർക്ക് കൊടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കുട്ടികൾ അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട ആളവിടെ പ്രതികരിച്ചത്. എന്താണ്, നല്ലപോലെ സമയം അവർക്ക് എന്താണ് ഹോംവർക്ക് കൊടുത്താൽ അവർക്ക് കളിക്കാനുള്ള സമയം അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആൾക്കാരെ മീറ്റ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനും ഒക്കെയുള്ള സമയം അവിടെ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ അവർക്ക് എന്താണ് ഹോംവർക്ക് ചെയ്യേണ്ട സമയം കട്ടെടുക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ കളിക്കേണ്ട സമയത്ത് നിന്ന് അവരെ സ്റ്റോളൻ ചെയ്യുക, കട്ടുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്, അവരെ കളിക്കാനായിട്ട് അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിനൊരു റീസൺ കൺക്ലൂഷൻ ഉണ്ട് കണ്ടോ, സമ്മിങ് ഇറ്റ് അപ്പ്, അതായത് ഒരു സൊല്യൂഷൻ അത് വേണം. ഓക്കെ, വൺ സൊല്യൂഷൻ, അതിന് വേണ്ട ഒരു സൊല്യൂഷനാണ് ഒരാൾ പറഞ്ഞത്. വൺ സൊല്യൂഷൻ ഈസ് ടു മേക്ക് എ ന്യൂ ലോ ദാറ്റ് സേസ് ഹൗ മച്ച് ഹോംവർക്ക് ഓൾ ചിൽഡ്രൻസ് ടു ഹാവ്. ഒരു കൊച്ചിന് എത്ര ഹോംവർക്ക് ചെയ്യാം, ഇപ്പോൾ ഒരു ദിവസം 2 അല്ലെങ്കിൽ 3 അത്ര എണ്ണം വെച്ച് സെറ്റ് ചെയ്യാമെങ്കിൽ ഈ കുഴപ്പമില്ല. അല്ലാതെ തൊഴുന്നതിനെല്ലാം പോയി ഹോംവർക്ക് കൊടുക്കാൻ പോയാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റത്തില്ല. അതായത് ഇപ്പം ടീച്ചർമാർ തമ്മിലൊരു ധാരണ വരണം അല്ലേ, ഇന്ന് സയൻസിൻ്റെ ഹോംവർക്ക് കൊടുത്താൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യണം, മലയാളത്തിന് ഹോംവർക്ക് കൊടുക്കണം, മറ്റന്നാൾ ഇംഗ്ലീഷിന് കൊടുക്കണം, അതിൻ്റെ മറ്റന്നാൾ മാത്സിന് കൊടുക്കണം. ഉണ്ടോ, അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് എന്താണ് ഒരു ബർഡൻ ഇല്ല, ശരിയല്ലേ കുട്ടികളെ സംബന്ധിച്ച്. അപ്പം അതിനൊരു നല്ല സൊല്യൂഷനായിട്ട് ആൾ വന്നത് കൊണ്ട് അവരെ ചിന്തയെ ഉദ്ദീപിച്ച് അവതരിപ്പിച്ച പ്രമേയത്തിനൊരു കൊണ്ടുവന്നു, ഒരു സൊല്യൂഷനുമായിട്ട് ആൾക്കാർ വന്നു. അങ്ങനെ ഓരോ സബ്ജക്റ്റിന് അല്ലെങ്കിൽ 2 ഹോംവർക്ക് വെച്ച് ഒരു സബ്ജക്റ്റിന് ഡെയിലി കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ബർഡൻ അല്ലല്ല. നിങ്ങൾ ഓർത്തേ 5-6 സബ്ജക്റ്റിന് എല്ലാ ദിവസവും ഹോംവർക്ക് കൊടുത്താൽ കുട്ടികളുടെ 2-2.5 മണിക്കൂർ ആ വഴിക്ക് പോകും, ശരിയല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതെ അവരുടെ ചിന്തയെ ഉദ്ദീപിച്ച് അതിനൊരു സൊല്യൂഷൻ, അർത്ഥപൂർണ്ണമായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നാണ് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. അടുത്തതാണ് റിവ്യൂ. നോക്കിക്കേ, പാഠഭാഗത്തിൻ്റെ പ്രാഥമിക പഠനത്തിന് ശേഷം അതിനെ വീണ്ടും പരിശോധിക്കുന്ന മാനസിക പ്രക്രിയയാണ് പുനരവലോകനം. അതായത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൻ്റെ ഒരു പുനരവലോകനം ഇന്ന് നടത്തിയില്ലേ, റിവ്യൂ നടത്തിയില്ലേ. അതായത് പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും എന്ത് ചെയ്യുവാണ്, പരിശോധിക്കുക. ഈ വാക്ക് ഓർത്തിരിക്കണം കേട്ടോ, വീണ്ടും പരിശോധിക്കുക. പഠിച്ച കാര്യത്തെ നമ്മൾ വീണ്ടും പരിശോധിക്കുന്നതിന് പറയുന്ന പേരാണ് റിവ്യൂ അഥവാ പുനരവലോകനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിച്ച കാര്യത്തെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കുക എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം കേട്ടോ. അത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. റിവ്യൂ അല്ല പുനരവലോകനം വെച്ചാൽ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് എടുത്തു വെച്ച് ഒന്നും കൂടി അതിനെ പഠിക്കുക. അപ്പം ഡെയിലി പിള്ളേരെ ക്ലാസ്സിൽ പഠിപ്പിച്ച് വിട്ട കാര്യങ്ങൾ പിറ്റേ ദിവസം വരുമ്പോൾ ആ സബ്ജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് ചെയ്യണം. 1-2 ചോദ്യങ്ങളൊക്കെ അതിനെപ്പറ്റി ചോദിക്കണം. അപ്പോൾ മറിച്ച് നോക്കാത്ത കുട്ടികളാണല്ലോ ഇതൊക്കെയാണല്ലോ പഠിച്ച എന്നൊരു കോൺസെപ്റ്റ് ചെറുതായിട്ട് അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകും. നമുക്കത്രയും മതിയെന്നേ. ആ ഒരു ടോപ്പിക്ക് അവൻ പഠിച്ചില്ലയോ എന്നുള്ളതല്ല, അവൻ്റെ മനസ്സിലേക്ക് ആ ഒരു ടോപ്പിക്ക്, അങ്ങനെ ഒരു ടോപ്പിക്ക് ഉണ്ട് എന്നെങ്കിലും നമുക്ക് എത്തിക്കാനായിട്ടായില്ലേ, അതൊരു വലിയ കാര്യം തന്നെ കേട്ടോ. അപ്പം ഡെയിലി പഠിപ്പിച്ച കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റിവ്യൂ ചെയ്തിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ തുടങ്ങുവാനായിട്ട്, നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ. ഇനി അടുത്ത് നോക്കിയേ, വ്യക്തികളുടെയോ പഠിതാക്കളുടെയോ ഒരു ചെറിയ സംഘം കേൾവിക്കാരുടെ മുൻപിൽ വെച്ച് തമ്മിൽ സർഗാത്മകത പുലർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന രീതിയാണ് പാനൽ ചർച്ച. ഇത് നമ്മുടെ കൊച്ചു കുട്ടികൾക്കില്ല. നമ്മൾ DLED TTC B.Ed ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ പാനൽ ചർച്ചകൾ നടത്തും, ശരിയല്ലേ. സയൻസിനും മാത്സിനും ഒക്കെ കൂടുതലായിട്ടും ഉള്ളത്, പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റിന് ചെയ്തിട്ടില്ല എല്ലാവരും പാനൽ ചർച്ച. അതായത് ഒരു വ്യക്തികളുടെയോ പഠിതാക്കളുടെയോ ഒരു ചെറിയ സംഘം, ഒരു 3, 4, 5 പേരായിരിക്കും. അത് നമ്മുടെ കേൾവിക്കാർ കാണും, ഓഡിയൻസ് കാണും. അവരുടെ മുമ്പിൽ വെച്ച് തമ്മിൽ സർഗാത്മകത പുലർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് പാനൽ ചർച്ച. ഇതൊരിക്കലും ഒരു ഡിബേറ്റ് അല്ല കേട്ടോ. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ, സംവാദം എന്ന് പറഞ്ഞാൽ അത് വാദിക്കുന്ന പരിപാടിയാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ പോസിറ്റീവ്സ് പറയുന്നു, ഒരാൾ നെഗറ്റീവ് പറയുന്നു. ഇവിടെ അങ്ങനെയല്ല. ഒരു കാര്യം ഇപ്പോൾ കിട്ടിയാൽ അതിനെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് അതിനൊരു ഉത്തരത്തിലേക്ക് അല്ലെങ്കിൽ അതിനൊരു കാര്യത്തിലേക്ക് നമ്മൾ പറയുന്ന രീതിക്ക് പറയുന്ന പേരാണ് പാനൽ ചർച്ച. അവിടെ ഒരു മീഡിയേറ്ററിൻ്റെയോ അങ്ങനെ ഒരു ആവശ്യമൊന്നുമില്ല. അതായത് 2 ഗ്രൂപ്പായിട്ട് തിരിയുന്നു, 4-5 പേരെ കാണത്തുള്ളൂ. അത് കുറച്ച് ഓഡിയൻസിൻ്റെ മുമ്പിലായിരിക്കും. അവരുടെ വീക്ഷണകോണുകൾ എന്ത് ചെയ്യുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചും പറയുന്നതിന് പറയുന്ന പേരാണ് പാനൽ ചർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത എന്താണ് സംഘചർച്ച. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, കാരണം കോമൺ ആണല്ലോ. ഇനി നോക്കിയേ, ഒരു പ്രകരണവുമായി ബന്ധപ്പെട്ട് സംഘം നടത്തുന്ന വസ്തുതകൾ, ധാരണകൾ, വിവരണങ്ങൾ, വീക്ഷണഗതികൾ, ബന്ധങ്ങൾ തുടങ്ങിയവയുടെ സ്വതന്ത്രമായ വിനിമയമാണ് സംഘചർച്ച. അതായത്
നമുക്ക് വരുന്ന എല്ലാ കാര്യവും അതിനകത്ത് വിളിച്ചു പറയാം. നമ്മൾ പറയത്തില്ലേ, കുട്ടികളെ നമ്മൾ റീഡിങ്ങിൻ്റെയൊക്കെ സമയത്ത്, അതായത് പ്രത്യേകിച്ച് മലയാളം, ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജ് സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ ഗ്രൂപ്പാക്കി ഇരുത്ത് ആദ്യം ഒന്ന് വായിപ്പിക്കണം. എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾ മണ്ടത്തരമായിരിക്കും വായിക്കുന്നത്, അത് ആ ഗ്രൂപ്പിൽ തന്നെ ഒതുങ്ങി തീർന്നോളൂ. അപ്പം അറിയാവുന്നവൻ പറഞ്ഞു കൊടുക്കും, എടാ അങ്ങനെയല്ല വായിക്കേണ്ടത്, അല്ലെങ്കിൽ എടാ ഇങ്ങനെയല്ല വായിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കും, ഇതിന് ഇങ്ങനെയാണ് ശരിയാക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാന്നൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്യാനൊക്കെ പറയും അല്ലേ. ഇംഗ്ലീഷിനൊക്കെയാണ് നമ്മൾ പറയും അണ്ടർലൈൻ ദി അൺനോൺ വേർഡ്സ് യു ആർ ഫെമിലിയർ ടു എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അവർ പെൻസിൽ വെച്ച് അണ്ടർലൈൻ ചെയ്യുമ്പോൾ എന്താണ് അടുത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അതിൻ്റെ അർത്ഥം അറിയാതിരിക്കാം, അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് അവിടെ എപ്പോഴേ ആ പ്രശ്നം സോൾവ് ആവും ഉണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രകടനവുമായി ബന്ധപ്പെട്ട് സംഘം നടത്തുന്ന വസ്തുതകളാകാം, ധാരണകളാകാം, വിവരങ്ങളാകാം, വീക്ഷണഗതികളാകാം, ബന്ധങ്ങളാകാം തുടങ്ങിയ സ്വതന്ത്രമായ വിനിമയം. ഓർത്ത് നോക്കണം, സ്വതന്ത്രം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? എന്തു വേണമെങ്കിലും പറയാം. പക്ഷേ ഇതിന് മുമ്പ് പറഞ്ഞ കാര്യത്തിൽ അങ്ങനെയല്ല, ഒന്ന് ആലോചിച്ച് വേണം ഉത്തരം പറയാൻ. പക്ഷേ സംഘ ചർച്ചയിൽ എന്തില്ല, ഒരു ആലോചനയില്ല. മണ്ടത്തരമാണെങ്കിലും എടുത്ത് നമുക്ക് വിളിച്ചു പറയാം. കാരണം ആ ഒരു സംഘത്തിൻ്റെ അകത്ത് അത് നിൽക്കും, ആ ചെറിയൊരു ഗ്രൂപ്പിൻ്റെ അകത്ത് അത് ഉൾക്കൊണ്ട് നിൽക്കും, അതിന് പുറത്തേക്ക് അത് പോവില്ല കേട്ടോ. അതാണ് സംഘ ചർച്ചയുടെ പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ ക്ലാസ്സുകളിൽ കുട്ടികളെ ചെറു ഗ്രൂപ്പാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൊടുക്കണം. ഇനി അടുത്തത് എന്താണ് നാടകാവിഷ്കരണം. മലയാളത്തിനൊക്കെ നമ്മൾ ചെയ്യുന്ന അല്ലേ, നമ്മുടെ 4ാം ക്ലാസ്സിലൊക്കെയുള്ള ഒരു പാഠഭാഗമായിരുന്നു കഴിഞ്ഞ അല്ലെങ്കിൽ കുട്ടിയും തള്ളിയും, ശരിയല്ലേ? ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നതാ പറഞ്ഞമ്മയെന്ന് പറയുന്ന പാഠഭാഗമൊക്കെ, അതൊക്കെ നമ്മൾ മിക്കപ്പോഴും ക്ലാസ്സിലും സ്കൂളിലും ആനിവേഴ്സറിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പഠനോത്സവമൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നാടകാവിഷ്കരണം നടത്തുന്നത് അല്ലേ, പാഠത്തിൻ്റെ ദൃശ്യാവിഷ്കരണം അല്ലെങ്കിൽ പാഠത്തിൻ്റെ നാടകാവിഷ്കരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടത്തുന്നുണ്ട്. ആ സാധനം ഉണ്ടോ, ജീവിത സന്ദർഭങ്ങളെ ചിട്ടയായും സ്വാഭാവികമായും അഭിനയിച്ച് കാണിക്കുന്നതാണ് നാടകാവിഷ്കരണം അഥവാ ഡ്രാമലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പാഠഭാഗത്തെയാകാം, അല്ലെങ്കിൽ ഒരു ജീവിത സന്ദർഭത്തെയാകാം, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ ക്ലാസ് നടക്കുന്നുണ്ടോ? ആദ്യത്തെ 2 ആഴ്ച ഉണ്ടോ? സ്കൂളുകളിൽ ക്ലാസ് നടക്കുന്നുണ്ടോ? ആദ്യത്തെ 2 ആഴ്ച സ്കൂളുകളിൽ ക്ലാസ്സുകൾ വേണ്ട, പകരം കുട്ടികളെ ജീവിത മൂല്യങ്ങൾ പഠിപ്പിക്കണമെന്നാണ് നമുക്ക് കിട്ടിയ ഓർഡർ അല്ലേ. അതിൻ്റെ അകത്തൊക്കെ നിങ്ങൾ ആ ഓർഡർ വായിച്ചു നോക്കിയെന്നൊക്കെ മനസ്സിലാവും. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇതുപോലെയുള്ള ലഹരിക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ നാടകാവിഷ്കരണത്തെ രീതിയിലൊക്കെ നമ്മൾ അവതരിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നാടകാവിഷ്കരണം എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുവാണ്, അഭിനയിച്ച് കാണിക്കേണ്ടത്. ഈ വാക്ക് ശ്രദ്ധിച്ചാൽ മതി, അഭിനയിച്ചു കാണിക്കുക. ആ ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ മതി ഉണ്ടോ. ഒരു ജീവിത സന്ദർഭത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തെ എന്ത് ചെയ്യുവാണ്, നമ്മൾ അഭിനയിച്ച് കാണിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് നാടകാവിഷ്കരണം. ഉണ്ട്, ഇതിനകത്തെല്ലാം ഓരോ കോഡ് വാക്ക് തപ്പിയെടുക്കാനുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് എന്താണ് റോൾ പ്ലേ. നമുക്കറിയാം, ഒരു വ്യക്തിയോ സംഘമോ മറ്റുള്ളവരുടെ ജീവിത രംഗങ്ങൾ അതേപടി അനുകരിക്കുന്ന പ്രവർത്തനമാണ് റോൾ പ്ലേ. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി, എൻ്റെ ചേട്ടൻ നല്ലപോലെ ജീവിക്കുന്നത്, അവനെ തന്നെ അനുകരിച്ച് അവൻ പഠിച്ചതൊക്കെ പഠിച്ച് അവൻ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെ പോകാനായിട്ട് അവൻ എടുത്ത കോഴ്സുകൾ, സബ്ജക്റ്റുകൾ, അവൻ പഠിച്ച കോളേജിൽ തന്നെ പഠിച്ച് ഇങ്ങനെ നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്, റോൾ പ്ലേ എന്ന് പറയുന്നത്. അപ്പം അധ്യാപകരായ നമ്മൾ കുട്ടികൾക്കൊരു റോൾ മോഡൽ ആയിരിക്കണോ അല്ലയോ? നിങ്ങൾ പറഞ്ഞു, അധ്യാപകരായ നമ്മൾ കുട്ടികൾക്ക് മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മളൊരു റോൾ മോഡൽ ആയിരിക്കണോ അല്ലയോ? തീർച്ചയായിട്ടും ആയിരിക്കണം. അതായത് കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്താൻ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നവരാണ് അധ്യാപകർ. അവർ കണ്ടു വളർത്തിക്കുന്ന, അവരെ പഠിപ്പിക്കുന്ന നമ്മളെ കണ്ടാണ് അവർ പഠിക്കുന്നത്, ശരിയല്ലേ? നമ്മൾ തന്നെ തല്ലുകൊള്ളിത്തരം കാണിച്ചാൽ കുട്ടികളും അതേപടി കാണിക്കും. കാരണം എന്താ പറയുന്നത്, എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലെങ്കിൽ സാർ അങ്ങനെ കാണിച്ചത്, അതുകൊണ്ട് എനിക്കും കാണിക്കാം എന്ന് പറയും കണ്ടോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തിയോ സംഘമോ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ അതേപടി അനുകരിക്കുന്ന പ്രവണതയാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. അതായത് റോൾ പ്ലേ എന്ന് പറയുന്നത്. റോൾ പ്ലേ അല്ലാതെ തന്നെ നമുക്ക് ചില ഇംഗ്ലീഷിൻ്റെയൊക്കെ ചില പാഠങ്ങൾ വരുമ്പോൾ നമുക്ക് കാണിക്കാം, ആ വ്യക്തിയുടെ അതേ ജീവിത സന്ദർഭങ്ങളെ നമ്മൾ ഒരാളെ നിർത്തി നമ്മൾ കാണിക്കുന്നതാണ് റോൾ പ്ലേ. ഇതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് വൺ ആക്ട് പ്ലേ കേട്ടോ. ഇതേപോലെ തന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നതാണ് ഏകാക നാടകം എന്ന് പറയും. ഒരാൾ തന്നെ നാടകം കളിക്കുക കേട്ടോ. അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഓർത്തിരിക്കണം, എന്താണ്, ഒരു വ്യക്തിയോ സംഘമോ അല്ലെങ്കിൽ മറ്റുള്ള ജീവിത രംഗങ്ങൾ എന്താണ് അതേപടി അനുകരിക്കുന്ന പ്രവർത്തനമാണ് റോൾ പ്ലേ എന്ന് പറയുന്നത്. സോ ഇതാണ് ഇത്രയുമല്ല, എന്നാലും മെയിനായിട്ട് നമ്മൾ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുന്ന ബോധന തന്ത്രങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഇത് കൂടാതെ മുമ്പ് പറഞ്ഞ പോലെ കളി രീതി, ചാർട്ട് പേപ്പർ, ഫ്ലാഷ് കാർഡ്സ്, പിന്നെ അതുപോലെ തന്നെ പസിൽസ്, ഗെയിംസ്, ഇതെല്ലാം തന്നെ എന്താണ് നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ബോധന രീതികൾ കേട്ടോ. വീഡിയോസ്, ഓഡിയോസ്, പ്ലേ, അതുപോലെ തന്നെയുള്ള എല്ലാം, പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ, ഗ്രാഫ്സ്, ബ്ലാക്ക് ബോർഡ്, ടെക്സ്റ്റ് ബുക്ക്, ഇതെല്ലാം എന്താണ് ബോധന രീതിക്കകത്ത് പെടുന്നതാണ് കേട്ടോ. അതൊക്കെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആണ്.
പക്ഷേ ഇത് പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നവയാണ് കേട്ടോ ഈ ബോധരീതികൾ. ഇനി അടുത്താണ് ബ്രെയിൻ സ്റ്റോമിങ്. ഇത് ഇപ്പം ഇറങ്ങുന്ന, അതായത് 2019 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഇതിനെപ്പറ്റി ഷുവറാണ്, ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിനെ പറ്റി ഷുവറാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു ഓപ്ഷനായിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്ന സാധനം. എന്താണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞാൽ? നോക്കിയേ, സമൂഹത്തെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുടെ പരിഹാരം കാണുന്നതിനായി യോഗം വിളിച്ച് കൂട്ടുകയും പ്രശ്നത്തെ വിവിധ കോണുകളിൽ നിന്ന് വിശകലനം ചെയ്ത് ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ തലച്ചോറുകളെ ഉദ്ദീപിച്ച് ആശയങ്ങളുടെ കൊടുങ്കാറ്റ് പോലുള്ള വിസ്ഫോടനം സൃഷ്ടിച്ച് പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണുകയും ചെയ്യുന്ന രീതിയാണ് ബ്രെയിൻ സ്റ്റോമിങ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടില്ലേ, ഉദ്ദീപിക്കുന്ന ഒരു പടിയാണ് നമ്മുടെ എക്സ്പോഷനകത്ത്. പക്ഷേ ഈ എക്സ്പോഷനകത്ത് കുറച്ച് സമയമുണ്ട്, അതായത് സമയമെടുത്ത് പറഞ്ഞാൽ മതി. പക്ഷേ ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിനകത്ത് എന്താണ്, ഉടനടി പരിഹാരം കാണാം, സഡൻ ആക്ഷൻ ആയിരിക്കണം. അതായത് ടീച്ചേഴ്സായി നമ്മളൊക്കെ ചിലപ്പം നമ്മളോട് ഓടി വന്ന് ചില അഭിപ്രായങ്ങൾ ചോദിക്കും, ശരിയല്ലേ, അങ്ങനെ ചെയ്താൽ ശരിയാവുമോ, ഇങ്ങനെ ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ നമുക്ക് ആലോചിക്കാനൊന്നും പെട്ട സമയം കാണത്തില്ല. അപ്പോൾ നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പല വീക്ഷണകോണുകളുടെ പ്രശ്നങ്ങളെ കണ്ട് അതിൻ്റെ എന്താണ് വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെയൊക്കെ പെട്ടെന്ന് തന്നെ ആലോചിച്ച് എന്താണ് ഉടനടി ഒരു പരിഹാരം കാണുന്നതിന് പറയുന്ന പേരാണ് ബ്രെയിൻ സ്റ്റോമിങ് കേട്ടോ. ഈ ബ്രെയിൻ സ്റ്റോമിങ് ഉണർത്തുന്ന ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ് മുറിയിൽ കൊടുക്കണം. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതായത് ഞങ്ങൾ ഇതുപോലെ ഞാൻ ട്രെയിനർ കൂടിയാണ്. അപ്പം ഈ സിവിൽ സർവീസിൻ്റെ ഒക്കെ ക്ലാസ്സിന് പോകും പിള്ളേർക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ ആലപ്പുഴ, ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന സ്കൂളും ആലപ്പുഴയിലാണ്. ഈ ആലപ്പുഴ റീജിയനിലൊക്കെ കുഴപ്പമുണ്ട്. എന്നാ കുഴപ്പം എന്നാ, ഇപ്പോൾ ഞങ്ങളൊക്കെ വീട്ടിൽ ഇരിക്കുക, ക്ലാസ് തുടങ്ങിയില്ല. കാരണം എന്നായിരിക്കും? കാരണം എന്നാ? വെള്ളപ്പൊക്കം. കറക്റ്റാണ്. അത് സ്കൂളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ല. അപ്പം മുറ്റത്തൊക്കെ ഇപ്പോഴും വെള്ളം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്കൂളിൽ ഇതിലായിട്ട് പ്രവേശനോത്സവം പോലും നടന്നിട്ടില്ല, ലീവാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ആലപ്പുഴ ഏരിയയിൽ ഇങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് പിള്ളേരെടുക്കെ പോകുമ്പോൾ നമ്മൾ ഓരോ നാട്ടിൽ പോകുമ്പോൾ ആ നാട്ടുകാരുടെ ബേസ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പം ആലപ്പുഴ ഏരിയയിൽ നമ്മളിങ്ങനെ സിവിൽ സർവീസിൻ്റെ ക്ലാസ്സിന് പോയപ്പോൾ നമ്മളിതുപോലെ ബ്രെയിൻ സ്റ്റോമിങ് കുട്ടികൾ നടത്തേണ്ട ആക്ടിവിറ്റി ഉണ്ട്. കുട്ടികൾ ഈ പറഞ്ഞ സിവിൽ സർവീസ് ഏജൻ്റ് ആകുമ്പം അല്ലെങ്കിൽ സിവിൽ സർവീസ് ഓഫീസേഴ്സ് ആകുമ്പോൾ അവർക്ക് ഇതുപോലെ ബ്രെയിൻ സ്റ്റോമിങ് ഒരുപാട് ആവശ്യമായിട്ട് വരും അല്ലേ. അപ്പം നമ്മൾ ആ ഒരു രീതിയിലുള്ള കോച്ചിങ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ആലപ്പുഴ റീജിയനിലുള്ള കുട്ടികളോട് നമ്മൾ ചോദിക്കുന്ന സ്ഥിരം ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ എല്ലാ നാട്ടിലൊരു കുഴപ്പമുണ്ട്, എന്താണ്? മഴ പെയ്താൽ അല്ലെങ്കിൽ കാലവർഷക്കെടുതി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ നാടുകളിലുള്ള മിക്ക വീടുകളിലും വെച്ചാൽ ഏകദേശം ഒരു 90% വീടുകളിലും എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം പൊങ്ങുന്നുണ്ട്. ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചാൽ അവർ പരസ്പരം ഇരുന്ന് ആലോചിക്കും, ശരിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് ആലോചിച്ചുകൊണ്ട് ഒരു ഉത്തരത്തിലെത്തും. ആ ഉത്തരങ്ങൾ പലപ്പോഴും എന്താണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഉത്തരങ്ങളായിരിക്കും. ഇങ്ങനൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്നായിരിക്കും പറയുന്നത്? ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾ കണ്ടു, അതായത് നമ്മളിപ്പം ആലപ്പുഴ ഏരിയയിലൊക്കെ, പ്രത്യേകിച്ച് കുട്ടനാട്, ഞങ്ങളുടെ സ്കൂളിൻ്റെ താലൂക്ക് വരുന്നത് കുട്ടനാട് താലൂക്കാണ്. കുട്ടനാട് താലൂക്കിലൊക്കെ ഈ വരുന്ന കിഴക്കൻ വെള്ളം എല്ലാം വന്ന് അടിഞ്ഞ് വെള്ളം ഇറങ്ങിപ്പോകാതൊരവസ്ഥ വരും. അതായത് തണ്ണീർമുക്കം ബണ്ടൊക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം പ്രത്യേകിച്ച് ഇറങ്ങിപ്പോകത്തില്ല. അപ്പം ഇറങ്ങിപ്പോകാതെ വരുമ്പോൾ ഇവിടെ വെള്ളം കണ്ടമാനം ഉയരും. കാരണം സമുദ്രനിരപ്പിനേക്കാളും താഴെയാണ് ഈ പറയുന്ന പ്രദേശം, കുട്ടനാട് എന്ന് പറയുന്ന പ്രദേശം. അപ്പം അതൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം സമുദ്രനിരപ്പൊക്കെ അടിച്ചു പോക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ജലനിരപ്പ് താഴ്ന്ന പ്രദേശത്തെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് ഓൾറെഡി അവിടുത്തെ ആ സിസ്റ്റം അങ്ങനെ, അതിൻ്റെ ലാൻഡ് കൾച്ചർ അങ്ങനെ, അതിൻ്റെ മേലോട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പകരം എന്ത് സൊല്യൂഷൻ നിങ്ങൾക്ക് അവിടുത്തെ ആൾക്കാർക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റും എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും അവിടെ? ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾക്ക് തോന്നുന്നത് പറഞ്ഞോ, നിങ്ങൾക്ക് തോന്നുന്നൊരു ബുദ്ധി പറഞ്ഞോ. ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായാൽ എന്ന് വലിയ രക്ഷ നേടുവാനായിട്ട് മൊത്തം മുങ്ങിപ്പോകാതെ, എങ്ങനെ കളിച്ചാലും വെള്ളം കുറേയൊക്കെ കയറും, എന്നാലും മുങ്ങിപ്പോവാതെ എങ്ങനെ പ്രശ്നത്തിനൊരു പരിഹാരം കാണാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറ്റും? നിങ്ങൾ എന്നാ പറയും? കറക്റ്റാണ് കേട്ടോ, സിസ്റ്റർ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. നമ്മളും കൊടുക്കുന്ന ആ ഒരു ആൻസറാണ്. കാരണം നമ്മൾ പറയുന്നത് ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ ഏത് വർഷത്തിലാണ്? 2018 അല്ലേ, പ്രളയം ഉണ്ടായതാണ്. അപ്പോൾ അതിൽ മുങ്ങിയ ജലനിരപ്പ് ഇപ്പോഴും നമുക്കറിയാം ആ നാട്ടിൽ അല്ലേ. അവിടുത്തെ ചെന്നാൽ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്, ഇത്രയും വെള്ളം പൊങ്ങി എന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യണം? ആ ജലനിരപ്പ് പൊങ്ങിയതിൻ്റെ മുകളിലോട്ട് ഫൗണ്ടേഷൻ കെട്ടി വേണം ചെയ്യാൻ. മനസ്സിലായത്? ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത് 2018. അപ്പോൾ ആ വെള്ളം പൊങ്ങിയതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്ത് കെട്ടുവാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാം. അപ്പോൾ പ്രശ്നത്തിന് പരിഹാരം ശ്രദ്ധിക്കണം. അതൊക്കെ ഇതാണ് ഈ പറയുന്ന ചെളിയുള്ള ഏരിയ, നമുക്ക് ഫൗണ്ടേഷൻ പില്ലർ അടിച്ച് അതുപോലെ സ്ട്രോങ് ആക്കി വേണം പൊക്കി കെട്ടുവാൻ. അതുപോലെ ആ ഒരു ഏരിയയെ പൊക്കിയെടുക്കാനും നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. കണ്ടോ? അപ്പം ഇങ്ങനെയുള്ള
എന്താണ് ചോദ്യങ്ങൾ അവരോട് ചോദിച്ച് അവരുടെ ഗ്രൂപ്പുകളിൽ ആ ഒരു പ്രശ്നത്തെ അവർ വിശകലനം ചെയ്ത് എന്ത് ചെയ്യുന്നു, അവരുടെ തലച്ചോറുകളെല്ലാം ഉദ്ദീപിച്ച് പല ചോദ്യങ്ങൾ നമ്മൾ വരും. ചില പിള്ളേർ ചോദിക്കും, സാറേ മോട്ടർ വെച്ച് അടിച്ച് പറ്റിച്ചാൽ പോരെയെന്ന്. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവൻ ചിന്തിച്ചാൽ ശരിയാണ്. കാരണം അവൻ വരുന്നത് ചിലപ്പം ഇങ്ങനെ ഈ കണ്ടത്തിൻ്റെ ഇറമ്പിന്നായിരിക്കും. അപ്പോൾ അവൻ കാണുന്നത് ഒരു സൈഡിലെ കണ്ടത്തിലെ വെള്ളം അടുത്ത തോട്ടിലേക്ക് ഇറക്കി വരുന്നു. അപ്പോൾ അവിടെ വെള്ളം പറ്റിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മോട്ടർ ഉപയോഗിക്കാം. പക്ഷേ ഈ വെള്ളം ഇറങ്ങിപ്പോകാൻ അവസ്ഥയില്ലാത്തപ്പം നമ്മൾ ഈ മോട്ടർ ഉപയോഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അടിക്കുന്ന വെള്ളം അതേപടി തിരിച്ചകത്തോട്ട് വരും. അപ്പോൾ അതൊരു മണ്ടൻ ഐഡിയ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഐഡിയാസ് പറയുന്നതിന് പകരം ഇങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയെ ഉദ്ദീപിച്ച് തലച്ചോറ് പ്രവർത്തിപ്പിച്ച് ഒരു വിസ്ഫോടനം സൃഷ്ടിച്ച് അതിനൊരു പ്രശ്നത്തിന് പരിഹാരം കാണുന്ന രീതിക്ക് വരുന്ന പേരാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ആൻസർ തന്നെ നമ്മൾ കൊടുക്കുന്നത് അവർക്ക് കേട്ടോ. അതായത് 2018 ജലനിരപ്പ് കണ്ടാൽ മനസ്സിലാവും. അതിന് മുകളിലേക്ക് നിങ്ങൾ ഫൗണ്ടേഷൻ കെട്ടി വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർ പണിയുക. അങ്ങനെ ഒരു ചെറിയ പ്രശ്നത്തിൽ നമുക്ക് പരിഹാരം കാണാം. അവർ പറഞ്ഞില്ല, എന്നാലും പൂർണ്ണമായിട്ട് പോകത്തില്ല. ലാൻഡ് കൾച്ചർ വെച്ചുകൊണ്ട് അതിന് ഇരുത്ത് വരും. എന്നാലും അവിടെ വെള്ളം കയറാനുള്ള സാധ്യതകൾ കുറയും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഉത്തരങ്ങൾ നമ്മൾ ചോദിക്കണം. അപ്പോൾ ഏത് ഏരിയയിലോട്ടാണ് പോകുന്നത്, ആ ഏരിയയിലുള്ള ആ പ്രശ്നത്തെ നമ്മൾ ആ ഒരു ലാൻഡ് കൾച്ചറിലുള്ള ഏരിയാസിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിനൊരു പരിഹാരം കാണാനായിട്ട് നമ്മൾ കുട്ടികളോട് പറയണം. അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു ക്ലാസ്സിൽ ചെന്നാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ക്ലാസ് മുറിക്കകത്തും അല്ലാതെ തന്നെയും എല്ലാം ഉള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇപ്പോൾ നമ്മൾ പറയട്ടെ, സ്കൂളുകളിൽ ഇപ്പോൾ പിള്ളേരിരിക്കുന്ന രീതി എങ്ങനെ, ചുമ്മാ ചോദിക്കുന്നത് കേട്ടോ. സ്കൂളിൽ പിള്ളേരിരിക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ ടീച്ചർ നിൽക്കുവാണെങ്കിൽ ടീച്ചറിൻ്റെ ഫ്രണ്ടിൽ എങ്ങനെയാണ്, ഇങ്ങനെ ആയിരിക്കും നമ്മൾ ബെഞ്ചിട്ട് പിള്ളേർ ഇരുത്തുന്നത് അല്ലേ. ഒരു ചോദ്യം ഇതാണ്, PTA മീറ്റിങ്ങിന് ടീച്ചർ പേരൻസിൽ കംപ്ലയിൻറ്റ് പറഞ്ഞു, പിള്ളേരെ ടീച്ചർ ഫ്രണ്ടിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ പുറകെ ഇരിക്കുന്ന പിള്ളേരെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇന്ന് പഠിപ്പിക്കുമ്പോൾ ടീച്ചർ ഇവിടെ നിന്ന് ഇങ്ങനെ, ഇത് ബ്ലാക്ക് ബോർഡാണ്, ടീച്ചർ ഇവിടെ നിൽക്കുന്നു, ഇങ്ങനെ 6 ബെഞ്ച് 3 അപ്പുറം ഇപ്പുറമായിട്ട് നമുക്ക് ബെഞ്ചുകളും ഡെസ്കുകളും ഇട്ടിരിക്കുന്നു. PTA മീറ്റിംഗ് വിളിച്ചപ്പോൾ PTA മീറ്റിങ്ങിൽ ഒരു പേരൻറ്റ് എണീറ്റ് എന്ന് പറയുവാണ്, ജോസാർ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ എന്താണ് പുറകെ ഇരിക്കുന്ന പിള്ളേരെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ പിള്ളേർ പുറകെ നിന്ന് ഭയങ്കര ഉഴപ്പാണ് എന്ന് പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റുമോ? എങ്ങനെ ഈ ഒരു പ്രശ്നത്തിന്, ഒരു ക്ലാസ് മുറിയിലുള്ള ഒരു പ്രശ്നമാണ്, ഇതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം? പറ, എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാ പിള്ളേരെയും കാണത്തക്ക രീതിയിൽ നമുക്ക് ക്ലാസ് റൂം എങ്ങനെ സെറ്റപ്പ് അറേഞ്ച് ചെയ്യാം? എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ ക്ലാസ്സിൽ ഞാൻ പറയട്ടെ, ഒരു ബെഞ്ചിൽ 3 പേര് വെച്ചുള്ളൂ. 3, 6, 9, 12, 15, 18 പേരെ ഈ ക്ലാസ്സിലുള്ളൂ. അതുകൂടി തരാം, ആ ഒരു ക്ലൂ കൂടി തരാം. എങ്ങനെ ഈ പിള്ളേരെ നമുക്ക് അറേഞ്ച് ചെയ്തിരുത്താം? എല്ലാവരുടെയും മോൻ കാണത്തക്ക രീതിയിൽ, സാറിനെ നടക്കുന്ന പഠിക്കാത്ത രീതിയിൽ എങ്ങനെ ഈ ക്ലാസ് റൂം നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് ഇരുത്താം? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ലേ? ഇതൊക്കെ നമ്മൾ ക്ലാസ് മുറി നേരിടുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. മിക്ക സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും. ഒരു വഴിയുണ്ട്. എന്താണ്, നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ ഈ ബെഞ്ചുകളെല്ലാം അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഇട്ടാൽ ഉണ്ടോ, ഇങ്ങനെ ഒരെണ്ണം ഉണ്ടോ, ഇങ്ങനെ ഇടിക്കാമെങ്കിൽ നമുക്ക് എല്ലാവരുടെയും മോൻ കിട്ടും. നമുക്ക് നടുക്ക് നിന്ന് പഠിപ്പിക്കുകയും ചെയ്യാം. കണ്ടോ, ഐഡിയ കിട്ടിയോ? അതായത് നമ്മൾ നടുക്ക് നിന്ന് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ബോർഡും കാണാം, എല്ലാവരുടെയും ഫേസ് നമുക്ക് കാണാം. നമ്മുടെ ചുറ്റും ഇങ്ങനെ വന്നു, ഇങ്ങനെ ഒരു ബെഞ്ചിട്ടു, ഇവിടെ നേരെ ഒരു ബെഞ്ച് ഇങ്ങനെ ഇട്ടു, ഇങ്ങനെ ഒരു ബെഞ്ചിട്ടു, ഇങ്ങനെ ഒരു ബെഞ്ചിടുന്നുണ്ടോ, നമുക്ക് നടുക്ക് നിൽക്കാം. എല്ലാവരുടെയും ഫേസും എല്ലാവരും എന്നെ കാണിക്കുന്നത് നമുക്ക് കിട്ടും. ഒരു ഡയഗണൽ ഷേപ്പിൽ നമ്മളതിനെ ആക്കി. കണ്ടോ? അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരുടെയും ഫേസ് കിട്ടും. പിന്നെ പരാതിയില്ല, നമുക്ക് എല്ലാവരും കാണാൻ പറ്റും, ഇവരെല്ലാം എഴുതുന്നുണ്ടോയെന്ന് അറിയാൻ പറ്റും. കണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പത്തില്ല. കാരണം ഈ 2ാം ബെഞ്ചിലിരിക്കുന്നവൻ 1ാം ബെഞ്ചിനെ തോണ്ടാനുള്ള ടെൻഡൻസിയും ഈ പുറകെ ഇരിക്കുന്നവൻ്റെ സാധനത്തിൽ ഇവന് തോണ്ടാനുള്ള ടെൻഡൻസി എല്ലാം ഇവിടെ കുറയും. കണ്ടോ? എന്ത് ഇത് കിട്ടും. അത് തന്നെ ഇടയും കിട്ടും പിള്ളേർക്ക്. ഇത് കണ്ട് 2 ബെഞ്ചിനിടയിൽ കൂടി കയറാനുള്ള പ്രയാസമുണ്ട്, ബാഗ് വെക്കാനുള്ള പ്രയാസമുണ്ട്, ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളോടെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ എന്താണ്, ജസ്റ്റ് പുറകിലോട്ട് നമുക്ക് ബാഗ് കാര്യങ്ങളെല്ലാം അടുക്കി വെക്കാം. ഇത്രയും സ്പേസ് അവർക്ക് കേട്ടിട്ടുണ്ട്. ഓരോ ബെഞ്ചുകാർക്കും ഇഷ്ടം പോലെ സ്പേസും കിട്ടും. കണ്ടോ? ഇതൊരു പ്രശ്നത്തിൻ്റെ പരിഹാരമാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നത്തിനൊക്കെ പരിഹാരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. അത് പിള്ളേർ കുറവുള്ളതേ പറ്റത്തുള്ളൂ കേട്ടോ. ഒരുപാട് പിള്ളേരുടെ ഈ പരിപാടി നടക്കത്തില്ല. നമ്മൾ അടിക്കൂടിക്ക് ഇറങ്ങി തന്നെ നടക്കണം കേട്ടോ. നടങ്ങി വേണം, എഴുന്നേറ്റ് നടന്ന് വേണം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിക്കുവാൻ. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹാരം കാണുന്നതിന് പറയുന്ന പേരാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്ത് അവരുടെ ചിന്തയെ ഉദ്ദീപിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ അവർക്കുള്ള ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തലച്ചോറ് പ്രവർത്തിച്ചുകൊണ്ടുള്ള പരിപാടിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. ആ വാക്ക് ശ്രദ്ധിച്ചു വെച്ചോണം, പരീക്ഷ പേപ്പറിലുള്ളതാണ്. ഇനി അടുത്താണ്
വളരെ ചെറിയ ഗ്രൂപ്പുകളിലാണ് ബ്രെയിൻ സ്റ്റോമിങ് ഫലപ്രദമാകുന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലേ, നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ കുഞ്ഞു ഗ്രൂപ്പുകളാക്കിയാണ് ചെയ്യുന്നത്. 6 പേര് 5 പേരൊക്കെ അടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകളാക്കി മാത്രമേ ചെയ്യത്തുള്ളൂ. കാരണം ഇത്രയും പേര് ആലോചിക്കുമ്പോൾ പല അഭിപ്രായങ്ങൾ അവിടെ വരും. അതുകൊണ്ട് തന്നെ അത് തമ്മിലൊരു പ്രശ്നത്തിലൊരു ക്ലാഷായി അതിനെ പിന്നെ വഷളാക്കാനായിട്ട് നമ്മൾ നിൽക്കരുത്. എപ്പോഴും ചെറിയ ഗ്രൂപ്പിൽ മാത്രമേ ഈ ഒരു പരിപാടി ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ ബ്രെയിൻ സ്റ്റോമിങ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പഠിക്കേണ്ടതാണ് അലക്സ് ഫെയ്ക്കിനി ഓസ്ബോൺ കേട്ടോ. അലക്സ് ഫെയ്ക്കിനി ഓസ്ബോൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് കേട്ടോ. ആ കാര്യം കൂടി ഓർത്തിരിക്കണം. ഇനി അടുത്തതാണ് സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. എന്താണ് ബസ് ഗ്രൂപ്പിംഗ്? ബസ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ആസൂത്രണമൊന്നുമില്ലാതെ തിരക്കിട്ട സംഘചർച്ചകളോടെ സംഘടിപ്പിക്കുന്ന അടിയന്തര രോഗമാണ് ബസ് ഗ്രൂപ്പുകൾ. അതായത് നമ്മളിപ്പോൾ സ്കൂളിലൊരു PTA മീറ്റിംഗ് പെട്ടെന്ന് വിളിച്ചു കൂട്ടുന്നു എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി. അപ്പോൾ പ്രത്യേകിച്ച് ആസൂത്രണമൊന്നും വേണ്ട, നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു സംഘത്തിൽ ഒന്ന് ചർച്ച ചെയ്ത് ഒരു ചെറിയൊരു തീരുമാനം എടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ബസ് ഗ്രൂപ്പായിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ നമ്മൾ മീറ്റിംഗ് കൊടുത്തില്ലേ സ്കൂളിൽ, നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഇരുന്ന്, അതിന് പറയുന്ന പേരെന്നെ, ടീച്ചേഴ്സിനോട് കൂടി ഇരുന്നൊരു മീറ്റിംഗ് കൊടുത്തില്ലേ, എന്നാ സാധനം? SRG, സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് എന്ന് പറയും അല്ലേ. അത് ഫുൾ ഫോം ചോദിച്ചു കേട്ടോ, SRGയുടെ ഫുൾ ഫോം എന്നാന്ന്. അതൊക്കെ അതുകൊണ്ട് അറിയാനായിട്ട് ചോദിക്കുന്നത് കേട്ടോ. SRG നമ്മൾ കൂടും. SRG കൂടുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടുള്ള ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പറയും, അവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തും, ടീച്ചർമാരിലൊക്കെ നോക്കും, കറക്റ്റ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ SRG ചോദിക്കും, അവിടെ നിന്നൊരു തീരുമാനം എടുക്കും, എഴുന്നേറ്റ് പോകും. ശരിയല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് ആസൂത്രണമൊന്നും വേണമെന്നില്ല. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മൾ നേരിടുന്ന പ്രശ്നം എന്നാന്ന് എല്ലാവർക്കും അറിയാം. അതിനൊരു പരിഹാര മാർഗ്ഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് വെച്ചായിരിക്കും, സെറ്റാക്കിയിട്ടായിരിക്കും പോകുന്നത്. SRG ഇല്ലാജി എന്ന് പറയുക, നമ്മൾ അതിനൊരു അന്തിമ തീരുമാനം എത്തും, SRG ബുക്കിൽ എഴുതുക, എല്ലാവരും സൈൻ ചെയ്ത് എണ്ണീറ്റ് പോവുക. ആ ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് ബസ് ഗ്രൂപ്പിംഗ് കേട്ടോ. അതായത് പ്രത്യേക ആസൂത്രണമൊന്നും കൂടാതെ തിരക്കിട്ട ചർച്ചകളിലൂടെ സംഘടിപ്പിക്കുന്ന അടിയന്തര യോഗമാണ് ബസ് ഗ്രൂപ്പിംഗ്. അതിന് ഏറ്റവും എക്സാമ്പിളാണ് സ്കൂളുകൾ നടത്തുന്ന SRG കേട്ടോ. അപ്പോൾ സ്കൂളിൽ SRG നടത്തുമ്പോൾ നമുക്കറിയാം, കുട്ടികളെല്ലാം നമുക്കറിയാം, ടീച്ചേഴ്സിനെ എല്ലാം അറിയാം, അവരുടെ പഠന രീതികളറിയാം, അവർ കൈകാര്യം ചെയ്യുന്ന രീതികളറിയാം, എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് എളുപ്പവും, പെട്ടെന്ന് തന്നെ പരിപാടി നടക്കും കേട്ടോ. അതുകൊണ്ടാണ് അതിനെ ബസ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി SRGയുടെ ഫുൾ ഫോം എന്താണ്? സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് കേട്ടോ. SRG കൂടെ അതിനകത്ത് പേരൻസും PTA അംഗങ്ങളും വാർഡ് മെമ്പറൊക്കെ വേണമെന്നാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ മിക്കപ്പോഴും നമുക്കങ്ങനെ കിട്ടാറില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ വലിയ PTA ഒക്കെ വിളിക്കുമ്പോൾ അവരെയൊക്കെ വിളിച്ചു കൂട്ടി അടിയന്തര പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ മെയിൻ പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മളതിന് പരിഹാരം കാണാനായിട്ട് ഇങ്ങനെയുള്ള പുറത്തുനിന്നുള്ള ആൾക്കാരുടെയും സഹായം തേടണം. ഓക്കെ, ഇനിയും വിദ്യാർത്ഥികളിൽ ആശയാവിഷ്കരണ പാഠവും പ്രശ്നപരിഹരണ നൈപുണ്യം, ക്രിയാത്മക ചിന്തനം എന്നിവ വളർത്താൻ സഹായിക്കുന്നതാണ് ബസ് ഗ്രൂപ്പുകൾ കേട്ടോ. അതായത് കുട്ടികളിൽ ആശയാവിഷ്കരണ പാഠവും, അതുപോലെ തന്നെ പ്രശ്നപരിഹരണ നൈപുണ്യം, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, പിന്നെ ക്രിയാത്മക ചിന്ത, അതുപോലെ ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ വളർത്തുവാനായിട്ട് സഹായിക്കുന്നതാണ് ഈ പറയുന്ന ബസ് ഗ്രൂപ്പുകൾ. അതായത് പെട്ടെന്ന് നമ്മളിപ്പോൾ സ്കൂളിൽ നമുക്കിപ്പം തിരക്കിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് നമുക്കിപ്പം സ്കൂളുകളൊക്കെ തുറന്നില്ലേ, അപ്പോൾ നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ചില സമയങ്ങളിൽ നീങ്ങേണ്ടി വരും ക്ലാസ് പറയുന്നത്. അപ്പോൾ ഒരു ബസ് ഗ്രൂപ്പായിട്ട് ഒരു ചെറിയ പ്രശ്നം കൊടുത്തിട്ട് പോകെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി വെക്കും. കൊച്ചു പിള്ളേരാണെങ്കിൽ പോലും അവരെ 2-3 പേരടങ്ങുന്ന ഗ്രൂപ്പുകളൊന്നും ആക്കിയിട്ടൊന്ന് പൊക്കി അവർ പതുക്കെ അതിനോട് അങ്ങ് ഇണങ്ങും. എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടൊരു പ്രോബ്ലമോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ കൊടുത്തിട്ട് പോയെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് അവർ ആ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു തീർക്കുന്ന കാണാൻ പറ്റും കേട്ടോ. ഇനിയും അധ്യാപകൻ പാഠ്യപദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചർച്ചകളിൽ ആനുകാലിക പ്രശ്നങ്ങളും മറ്റും ഉൾപ്പെടുത്തി സന്ദർഭങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന രീതിയാണ് ബസ് ഗ്രൂപ്പുകൾ ഉണ്ട്. അതായത് അധ്യാപകൻ പാഠ്യപദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചർച്ചകളിൽ ആനുകാലിക പ്രശ്നങ്ങളും മറ്റും ഉൾപ്പെടുത്തി സന്ദർഭങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന രീതിക്ക് പറഞ്ഞ പേരും ഇതാണ്, ഈ പറയുന്ന ബസ് ഗ്രൂപ്പുകളാണ് കേട്ടോ. ബസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വാക്ക് നമ്മുടെ പരീക്ഷ പേപ്പറിൽ അങ്ങനെ കണ്ടിട്ടില്ല, എങ്കിൽ പോലും ഓർത്തിരിക്കണം. ഇതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതുപോലെ ഡൈവേർജൻ തിങ്കിങ്ങും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും ഒക്കെ വളർത്തുന്നതുകൊണ്ട് തന്നെ ഇതിനും ഇപ്പോൾ പ്രാധാന്യമുണ്ട്. സോ ഓർത്ത് വെക്കേണ്ട ഒരു വാക്കാണ് ബസ് ഗ്രൂപ്പുകൾ. അതായത് പെട്ടെന്നൊരു ഗ്രൂപ്പ് നമ്മൾ വിളിച്ചു കൂട്ടി ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുകയോ അവർ തമ്മിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോവുകയോ ചെയ്യുന്ന പറഞ്ഞ പേരാണ് ബസ് ഗ്രൂപ്പുകൾ കേട്ടോ. ഇനി അടുത്ത സിമ്പോസിയം. ഇത് ഇമ്പോർട്ടൻ്റ് കേട്ടോ. നോക്കിയേ, 2 അതിലധികം വ്യക്തികൾ പ്രബന്ധം തയ്യാറാക്കി ഓരോരുത്തരും അവരുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നതാണ് സിമ്പോസിയം. നമ്മൾ ഈ പറഞ്ഞ പോലെ DLED B.Ed TTC ഒക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സിമ്പോസിയം ഇഷ്ടം പോലെ എഴുതി വെക്കുന്ന ആൾക്കാരാണ്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ 2 അതിലധികം വ്യക്തികൾ അവരുടെ പ്രബന്ധം തയ്യാറാക്കിയിട്ട് ഓരോരുത്തരും അവരുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് സിമ്പോസിയം. എനിക്ക് ചിലപ്പോൾ അതിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക, പക്ഷേ എൻ്റെ കൂടെ ഇരുന്ന് അപ്പുറത്തെ ഗ്രൂപ്പിൽ എഴുതിയവർക്ക് എന്തായിരിക്കും ചിലപ്പം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ അവരുടെ വീക്ഷണകോണിൽ നിന്ന് അവരതിനെ
നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഇമ്പാക്റ്റ് ചെയ്തുകൊണ്ട് അവർ അവതരിപ്പിക്കുന്ന രീതിയാണ് സിംപോസിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, പ്രബന്ധം തയ്യാറാക്കി ഓരോരുത്തരും അവരുടെ വീക്ഷണകോണിൽ നിന്നും വിഷയം അവതരിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേര് സിംപോസിയം. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ പ്രബന്ധാവതരണത്തിന് ശേഷം സദസ്സിലുള്ളവർക്കും സംശയങ്ങൾ ദൂരീകരിക്കാനും ചർച്ചയ്ക്കുമുള്ള അവസരം ഉണ്ടായിരിക്കും. അതായത് ഒരാളൊരു കാര്യം അവതരിപ്പിച്ചതിന് ശേഷം എന്താണ് നമ്മുടെ കാണികളായിട്ടിരിക്കുന്നവർക്ക്, ഓഡിയൻസിന് അവരോട് സംശയങ്ങൾ ചോദിക്കാനും അതിന് പരിഹാരങ്ങൾ പറയുവാനുള്ള ബാധ്യത ഉള്ള ഒരു സംഭവമാണ് സിംപോസിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത വർക്ക്ഷോപ്പാണ്. ഇത് കുട്ടികളുടെ ഇടയ്ക്ക് നടക്കത്തില്ല, എൽ പിയിലൊക്കെ പ്രത്യേകിച്ച് നടക്കത്തില്ല വർക്ക്ഷോപ്പുകൾ. നോക്കി, വർക്ക്ഷോപ്പ് ഒരു നൂതന രീതിയാണ്. പ്രത്യേക വിഷയങ്ങളെപ്പറ്റി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയോ പ്രസംഗം നടത്തുകയോ വായിക്കുകയോ ചെയ്യുന്നതാണ് വർക്ക്ഷോപ്പ്. കുറച്ചുകൂടി ഹയർ ഓർഡർ കേട്ടോ, അതായത് കുറച്ചുകൂടി ഹൈ ക്ലാസ്സിൽ നടക്കത്തുള്ളൂ കേട്ടോ, ആ കാര്യം ഓർത്തിരിക്കുക. യു പിയിലൊക്കെ പറ്റുമെങ്കിൽ നടക്കാം കേട്ടോ. ഇനി വർക്ക്ഷോപ്പ് നേതൃത്വ പാഠവും സഹകരണ മനോഭാവവും വളർത്തുന്നു. അതായത് ലീഡർഷിപ്പ് സ്കിൽസും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി എന്നൊക്കെ പറയുന്ന പോലെയുള്ള സഹകരണ മനോഭാവവും ഈ വർക്ക്ഷോപ്പിനകത്ത് നടക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ, ചോദ്യം ചോദിക്കും, അതിന് ഉത്തരങ്ങൾ നൽകും, ചിത്രീകരിക്കും, ഗൃഹപാഠങ്ങളൊക്കെ നമ്മൾ പകർന്നു നൽകും, കുറിപ്പ് തയ്യാറാക്കും, നിർദ്ദിഷ്ടാഭ്യാസങ്ങൾ നമ്മൾ പഠിപ്പിക്കും, സൂപ്പർവൈസിങ് സ്റ്റഡി. ഇതൊക്കെ ഹയർ ഓർഡറാണ്. മിക്കപ്പോഴും 8, 9, 10, 11, 12 അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ മാത്രമേ ഈ പറഞ്ഞ വർക്ക്ഷോപ്പുകൾ നമുക്ക് നടത്തിയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ കൊച്ചു ക്ലാസ്സിൽ ചെന്നിട്ട് നമുക്ക് വർക്ക്ഷോപ്പ് നടത്താമെന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്താണ് വണ്ടി പണിയുന്ന വർക്ക്ഷോപ്പാണെന്നേ ഓർക്കത്തുള്ളൂ കേട്ടോ. അവർക്കൊന്നും ഈ വലിയ വലിയ സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കരുത്. അവർക്ക് ഇതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പക്ഷേ LP UP ക്ലാസ്സുകളിൽ മിക്കപ്പോഴും ഈ വർക്ക്ഷോപ്പ് കൊടുക്കാതിരിക്കുന്നതാണ് മാക്സിമം നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൂടി നമ്മൾ ആലോചിക്കണം. ഓരോ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഇത് നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ, പ്രായത്തിനും പക്വതയ്ക്കും ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പാഠ്യഭാഗങ്ങൾ നമുക്ക് ആസൂത്രണം ചെയ്ത് കൊടുപ്പാക്കാൻ നമ്മൾ തയ്യാറാക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്, ബോധനാസൂത്രണം. ഇവിടുന്ന് 2 ചോദ്യം ഷുവറാണ്. മേ ബി അത് മലയാളത്തിൽ നിന്നാകാം, മലയാളത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചോദിക്കാം, അല്ലെങ്കിൽ സൈക്കോളജി ചോദിക്കാം. ഈ 3 വിഷയത്തിൽ നിന്നും ഈ ബോധനാസൂത്രണം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം കാണും കേട്ടോ. അത് പഠിക്കേണ്ടതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ടീച്ചിങ് മാനുവലും പെഡഗോഗിക് അനാലിസിസും യൂണിറ്റ് പ്ലാനും തയ്യാറാക്കത്തില്ലേ, എന്നാണെന്നറിയത്തില്ല. അതായത് നമ്മൾ ബോധനാസൂത്രണം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, പെഡഗോഗിക് അനാലിസിസ് എന്ന് പറയും. എന്താണ് പെഡഗോഗിക് അനാലിസിസ്? ആർക്കെങ്കിലും പറയും എന്താണ് ബോധനാസൂത്രണം എന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ പേര്? ബോധനാസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യൂണിറ്റ്, ഇപ്പം നമ്മൾ സ്കൂൾ തുറന്നല്ലേ, ഇപ്പം ഞാൻ 5ാം ക്ലാസ്സിലെ സയൻസിലെ 1ാം യൂണിറ്റ് പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സിലേക്ക് കയറുവാണ്. കയറുന്നതിന് മുമ്പേ ഞാൻ എന്തെഴുതണം? ബോധനാസൂത്രണം എഴുതിയിരിക്കണം. അതായത് ആ പാഠഭാഗത്തിലെ ടീച്ചിങ് മാനുവൽ വെച്ചുകൊണ്ട് അതിനകത്ത് എത്ര പഠന നേട്ടമുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. ഓരോ പഠന നേട്ടത്തിനും ഏതൊക്കെ ആക്ടിവിറ്റി നമ്മൾ കൊടുക്കുന്ന ഷോർട്ടായിട്ട് എഴുതണം. അതുപോലെ തന്നെ ആ ആക്ടിവിറ്റിക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ, അതിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന എന്താണ് ജീവിത നൈപുണികൾ, അതിന് അവർ ഉയർത്തിയെടുക്കേണ്ട സ്കിൽസുകൾ, ഈ കാര്യങ്ങളൊക്കെ എന്താണ് എന്ന് വിശദമായി നമ്മൾ എല്ലോ എഴുതുന്നതിന് പറയുന്ന പേരാണ് എന്ത്, നമ്മുടെ ബോധനാസൂത്രണം അഥവാ പെഡഗോഗിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളാണ് കാണിച്ചത്. നമ്മുടെ എല്ലാ ഇത് നോക്കിയാലും കാണാൻ പറ്റും. ടീച്ചർമാരെല്ലാം നോക്കി നമ്മുടെ എന്താണ് ടീച്ചർ ടെക്സ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് പഴയൻ്റെ കേട്ടോ, ബോധനാസൂത്രണം എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്, കിടപ്പുണ്ട്. ഇത് കണ്ടില്ല. അതായത് നമ്മളിപ്പം 1ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠഭാഗമായ സസ്യലോകത്തെ അടുത്തറിയാമെന്ന് പറഞ്ഞ പാഠഭാഗമാണ്. ആ പാഠഭാഗത്തിലെ 1ാമത്തെ ബോധനാസൂത്രണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് 1ാമത്തെ പഠന നേട്ടമായ ഹരിതകമുള്ള സസ്യങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു എന്ന് തിരിച്ചറിയുന്നു എന്ന പാഠഭാഗത്തിൽ അല്ലെങ്കിൽ അതിനുള്ള എല്ലോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. നോക്കിയേ, അതിനുള്ള ആശയങ്ങൾ എന്തൊക്കെ കുട്ടികൾക്ക് കിട്ടും ഉണ്ടോ? സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾ ഭക്ഷണത്തിനായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സസ്യങ്ങളിൽ നിന്നും സുഗന്ധവ്യഞ്ജനങ്ങളും ഔഷധങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനെ നമ്മൾ നിരീക്ഷിക്കാൻ കുട്ടികളെ വിടുന്നുണ്ട്. ദത്തങ്ങൾ ശേഖരിക്കാനും രേഖപ്പെടുത്താനും വിടുന്നുണ്ട്. അതുപോലെ തന്നെ ചെടികളുടെയൊക്കെ കളക്ഷനൊക്കെ അവിടെ വരുന്നുണ്ട്. ഇനി അവിടെ പഠനതന്ത്രങ്ങൾ എന്നാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു പഠനമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നോക്കിയേ, വൈവിധ്യമാർന്ന ആഹാര വസ്തുക്കളുടെ ചിത്ര നിരീക്ഷണം, അതായത് കപ്പ, കാച്ചിൽ, അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ, ഇതിൻ്റെ എല്ലാം എന്താണ് വൈവിധ്യമാർന്ന ആഹാര വസ്തുക്കളുടെ ചിത്ര നിരീക്ഷണം, അതിനെ പട്ടികപ്പെടുത്താൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ചിത്രീകരണമുണ്ട് ഉണ്ടോ. അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങൾ പട്ടികപ്പെടുത്തലുണ്ട്. ഔഷധ സസ്യ നിർമ്മാണം, അതുപോലെ തന്നെ ഫീൽഡ് ട്രിപ്പ് ഉണ്ടോ. കുട്ടികളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അടുത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഈ കാവുകളോ അതുപോലെ തന്നെ ഔഷധ തോട്ടമുള്ള വീടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് സന്ദർശിപ്പിക്കുന്നതൊക്കെ നല്ലതാണ് ഉണ്ടോ.
പിന്നെ തോട്ട നിർമ്മാണം, അതിനും പറ്റിയില്ലെങ്കിൽ സ്കൂളിൽ ഒരു ചെറിയ ഏരിയ എടുക്കുക, അവിടെ കുറച്ച് ഔഷധ സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാണ്ട് അതിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഔഷധ സസ്യ ആൽബം തയ്യാറാക്കുക, പതിപ്പ് തയ്യാറാക്കാണ്ട്, അതായത് ഈ ഒരു LOയ്ക്ക് പറ്റുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ഈ പെഡഗോഗിക് അനാലിസിസിനകത്ത് എല്ലാ LOസും ഓരോ ക്ലാസ്സിൽ വരുന്ന ഒരു പാഠഭാഗത്ത് പഠിപ്പിക്കാനുള്ള എല്ലാ ലേണിംഗ് ഔട്ട്കം നമ്മൾ എഴുതി അതിന് എന്തൊക്കെ ശേഷികൾ, നൈപുണികൾ, അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ എഴുതി തയ്യാറാക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്, നമ്മുടെ ബോധന ആസൂത്രണം അഥവാ പെഡഗോഗിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനിയും ഈ പെഡഗോഗിക് അനാലിസിസ് വെച്ചാണ് നമ്മൾ എന്നാ എഴുതുന്നത്, നമ്മൾ ടീച്ചിങ് മാനുവൽ എഴുതുന്നത്. ശരിയല്ലേ? ഇതിൽ നിന്ന് ഒന്നാമത്തെ പഠന നേട്ടം നമ്മൾ എടുത്തുകൊണ്ട് ആ ഒരു LOയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ തയ്യാറാക്കുന്നതാണ് ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഓർമ്മയുണ്ടായിരിക്കണം. മിക്കപ്പോഴും നമ്മൾ ക്ലാസ് മുറിയിലൊക്കെ ചെന്നാൽ ടീച്ചിങ് മാനുവലാണ് കൂടുതലായിട്ട് എഴുതുന്നത്. പെഡഗോഗിക് അനാലിസിസ് നമ്മൾ ടീച്ചർ ടെക്സ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കാറില്ല കേട്ടോ. എന്നാലും എഴുതുന്നത് നല്ലതാണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് അതിനകത്ത് ബിൽഡ് ചെയ്ത് കയറ്റാൻ പറ്റും കേട്ടോ. ഇനി നോക്കിയേ, പ്രത്യേക യൂണിറ്റുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെടുന്ന ബോധനാസൂത്രണ രീതിയാണ് ഏകാസൂത്രണം, അതായത് യൂണിറ്റ് പ്ലാൻ. നമ്മുടെ ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്ന പേരോ കേട്ടോ. അതായത് ഒരു ലേണിംഗ് ഔട്ട്കം അല്ലെങ്കിൽ ഒരു പഠന നേട്ടത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ബോധനാസൂത്രണ രീതിക്ക് പറയുന്ന പേരാണ് ഏകാസൂത്രണം അല്ലെങ്കിൽ ഏകകാസൂത്രണം അഥവാ യൂണിറ്റ് പ്ലാനിലേക്കുള്ള എന്തെന്ന് പറയുന്നത് ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഏകകാസൂത്രണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ ഉദ്ദേശങ്ങളും പാഠാപകർത്തനവും പഠനാനുഭവങ്ങളും മൂല്യനിർണ്ണയവും അതിൻ്റെ അകത്തുണ്ടായിരിക്കണം കേട്ടോ. ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയും ഒരാണ്ടിലേക്കുള്ള പാഠങ്ങളുടെ സമഗ്രമായ ആസൂത്രണമാണ് വാർഷികാസൂത്രണം. നമ്മളിൽ പലരും ഇപ്പോൾ വാർഷികാസൂത്രണം എഴുതി കൊടുത്തു കാണും, ശരിയല്ലേ? അതായത് ഇന്ന മാസങ്ങളിൽ ഞാൻ ഇന്ന പാഠത്തിൻ്റെ ഇത്ര വരെ പഠിപ്പിച്ച് തീർക്കും, ശരിയല്ലേ? നമ്മൾ പറയത്തില്ലേ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആകുമ്പം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ 3 പാഠങ്ങൾ അടുത്ത് തീരും, 3 തൊട്ട് 4 പാഠങ്ങൾ വരെ തീരും. ഇനി ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആകുമ്പം ബാക്കി പാഠങ്ങൾ തീരും. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് വാർഷികാസൂത്രണം എന്ന് പറയുന്നത്. ഇനിയും ഒരു വിദ്യാലയത്തെയോ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ കൂട്ടായി ചർച്ച ചെയ്ത് പല വിദ്യാലയങ്ങളുടെ അധ്യാപകർ ചേർന്ന് തയ്യാറാക്കേണ്ടതാണ് വാർഷികാസൂത്രണം. അതായത് നമ്മൾ ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ പലയിടത്തു നിന്നുള്ള മോഡൽ നമ്മൾ നോക്കണം. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ അവസാനം വരുന്നത് കോമൺ ആയിട്ടാണ്. അപ്പോൾ എത്ര വരെ പഠിപ്പിച്ച് തീർക്കണമെന്ന് കോമൺ ആയിട്ടൊരു സംഭവം നമുക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരിക്കും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ തീർക്കേണ്ടത് ഇത്ര തൊട്ട് ഇത്ര വരെയാണ് എന്ന് നമുക്ക് ഈ പറഞ്ഞ വാർഷികാസൂത്രണം നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പാഠഭാഗങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകണം. ഇനി ഇതിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് നമ്മുടെ വിലയിരുത്തൽ കോളം, അല്ലേ? ശരിയല്ലേ? നിങ്ങൾ സാധാരണ ടീച്ചർമാർ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്, പ്രവർത്തനം വിലയിരുത്തൽ, അല്ലേ? വിലയിരുത്തൽ ഇങ്ങനെയല്ലേ എഴുതുന്നത്? അതായത് ഈ വിലയിരുത്തൽ കോളത്തിൽ നിങ്ങൾ എന്നാ സാധാരണ എഴുതുന്നത് കേൾക്കട്ടെ, ഇതിൻ്റെ തന്നെ എഴുതി വെക്കുന്നത്. പ്രവർത്തനം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു, അധ്യാപകൻ വിശദീകരിക്കുന്നു, ക്രോഡീകരിക്കുന്നു, ഇത് നമ്മൾ എഴുതി. ഇനി ഇതിൻ്റെ അത് വിലയിരുത്തലിനകത്ത് എന്നാ നമ്മൾ എഴുതി വെക്കുന്നത്? എന്നാ സാധാരണ എഴുതുന്നത്? ഒന്നും എഴുതാറില്ലേ? വിലയിരുത്തൽ നമ്മൾ എന്നാ എഴുതാറുള്ളത്? പറഞ്ഞോ. ആരുടെ? ആ ഒരു കാഴ്ചപ്പാട് മാറണം കേട്ടോ. ഈ വിലയിരുത്തൽ കോളം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ വിലയിരുത്തിയത് എഴുതേണ്ടത്, മനസ്സിലായി? അവിടെ നമ്മുടെ ഒരു കാര്യവും എഴുതി വെക്കൽ. അതായത് കുട്ടികളുടെ പേരെടുത്ത് പറഞ്ഞ് വേണം എന്ത് ചെയ്യാൻ, വിലയിരുത്തൽ കോളം എഴുതാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വട്ടം ചോദ്യം ഇതായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. നമ്മൾ എഴുതുമ്പോൾ അത് എഴുതി പോവുകയാണെങ്കിൽ ഇത്ര കൺഫ്യൂഷൻ നമുക്കില്ല. നമ്മൾ നോക്കണം, ടീച്ചർമാർ എഴുതുന്നതിനകത്ത് ഇപ്പോഴും തെറ്റുകളുണ്ട്. കാരണം ഒരു ക്ലാസ് മുറിയിൽ ഒരു പാഠഭാഗത്തിൻ്റെ ഒരു പഠന നേട്ടം ഒരു അധ്യാപകൻ അല്ല അധ്യാപിക പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞുള്ള വിലയിരുത്തൽ കോളത്തിൽ അധ്യാപകൻ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, കുട്ടികളുടെ പേരെടുത്ത് അവരെന്തു ചെയ്തു എന്ന് എഴുതണം ആ ഒരു പ്രവർത്തനത്തിന്. ഇപ്പോൾ ഞാനിവിടെ കൊടുത്ത പ്രവർത്തനമാണ് 2 അക്ക സംഖ്യകളുടെ സങ്കലനം പഠിപ്പിക്കുന്നു കണ്ടോ. അതാണ് ഞാനിവിടെ പ്രവർത്തനം ചെയ്യുന്നത്. അതിന് കുറച്ച് ആക്ടിവിറ്റി കൊടുത്തു. അതായത് 2 അക്ക സംഖ്യകളുടെ പ്രവർത്തനം പഠിപ്പിക്കാൻ ആദ്യമേ കയറിയാൽ ഈ ഒരു ആക്ടിവിറ്റി അവർക്ക് വർക്കാവും നിങ്ങൾ പറയണേ. 17 + 18 ഈ ആക്ടിവിറ്റി ആദ്യം തന്നെ കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ഇതാണ് 2 അക്ക സംഖ്യകളുടെ പ്രവർത്തനം ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ 2ാം ക്ലാസ്സിൽ കൊടുത്ത ആദ്യത്തെ കണക്ക് തന്നെ 17 + 18 ആ ഒരു ആക്ടിവിറ്റി കൊടുത്തത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറ, ആലോചിച്ച് നോക്കി പറഞ്ഞാൽ മതി. 2ാം ക്ലാസ്സിലെ കൊച്ചാണ്, സ്കൂളിലേക്ക് വന്നു കഴിയുമ്പം 2 അക്ക സംഖ്യകളുടെ സങ്കലനം നമ്മൾ പഠിപ്പിച്ച് നമ്മൾ പ്രവർത്തനത്തിനകത്ത് ആദ്യം എഴുതി പ്രവർത്തനം 1 2 അക്ക സംഖ്യകളുടെ സങ്കലനം പഠിപ്പിക്കുന്നു.
അതിനെ നമ്മൾ ചെയ്ത ആദ്യത്തെ കണക്കാണ് 17 + 18. അത് ചെയ്യാനുള്ള ആക്ടിവിറ്റി ഞാൻ കൊടുത്തത് ഇങ്ങനെയാണ്. ഞാൻ ചുമ്മാ പറയുന്നത് കേട്ടോ. ഞാൻ 17 മുത്തുകൾ ഒരു കൊച്ചിൻ്റെ കയ്യിലും 18 മുത്തുകൾ അടുത്ത കൊച്ചുകളുടെ കയ്യിലും കൊടുത്തു. രണ്ടും കൂടി കൂട്ടാൻ പറഞ്ഞു എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി കൊടുത്തു. ആക്ടിവിറ്റി ഒക്കെ പക്കയാണ്. പക്ഷേ നമ്മൾ അവസാനം ഇതിനെ നമ്മൾ ELPSലൂടെ അല്ലേ കടന്നു വരണ്ടേ? അത് ഓർക്കണം. നമ്മൾ ടീച്ചർമാർ എഴുതുമ്പം നമ്മൾ മാത്സ് എഴുതുന്നത് എങ്ങനെയാണ്? ELPSലൂടെ കടന്നു വരേണ്ടത്, ശരിയല്ലേ? മാത്സ് നമ്മൾ ഗണിതത്തിലെ ടീച്ചർമാർ എഴുതുമ്പോൾ ELPSലൂടെയാണ് നമ്മൾ കടന്നു വരേണ്ടത്. എന്താണ് ELPS? അതറിയാമോ? ELPS എന്നാണെന്നറിയോ? ELPS ചോദ്യം ചോദിക്കുന്നത് ഇതെല്ലാം. ELPS എന്നതാ അറിയത്തില്ലേ? E എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്, L എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്, P എന്ന് പറഞ്ഞാൽ പിക്ചർ, S എന്ന് പറഞ്ഞാൽ സിമ്പിൾ. ഈ രീതിയിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഗണിത ടീച്ചർമാർ എഴുതാനായിട്ട്. നേരെ മറിച്ച് EVS വിഷയം പഠിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ടീച്ചർമാർ എഴുതേണ്ട രീതി ഏതാ? അറിയാവോ? അതും ചോദ്യങ്ങൾ ചോദിക്കുന്ന EVS പഠിപ്പിക്കാൻ നമ്മൾ പഠിപ്പിക്കേണ്ട രീതികളാണ് 5E എന്ന് പറയും. 5E കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? 5Es എന്നതാ? ആദ്യത്തെ E എന്നാ? അല്ല, ആദ്യത്തെ E എന്നാ? ആദ്യത്തെ E എൻഗേജ്. രണ്ടാമത്തെ E എന്നാ? എക്സ്പ്ലോർ. മൂന്നാമത്തെ E എന്നാ? എക്സ്പ്ലെയിൻ. നാലാമത്തെ E എന്നാ? എക്സ്റ്റെൻഡ്. അഞ്ചാമത്തെ E എന്നാ? ഇവാലുവേറ്റ്. കണ്ടോ? ഈ രീതിയിലൂടെ വേണം പോകാൻ. ഇനി മലയാളം ഇംഗ്ലീഷുള്ള രീതി എന്നാ? ഇംഗ്ലീഷ് ആണെങ്കിൽ പ്രോസിനൊരു രീതി, പോയത്തിനൊരു രീതി, റീഡിങ്ങിൻ്റെ ആണെങ്കിൽ മറ്റൊരു രീതി. ഈ രീതികൾ അറിഞ്ഞിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. ആ രീതിയിലൂടെ പോയെങ്കിൽ മാത്രമേ ക്ലാസ് വർക്കൗട്ട് ആകത്തുള്ളൂ. നമ്മൾ സാധാരണ പ്രവർത്തനം എഴുതി വിലയിരുത്തൽ എഴുതി ക്ലാസ് കയറുന്നു വീട്ടിൽ പോയി. ആ പരിപാടിയല്ല ചെയ്യേണ്ടത്. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. ഞാൻ പ്രവർത്തനം എഴുതി കാര്യങ്ങളെല്ലാം കൊടുത്തു. ELPS എല്ലാം പക്കയായിരുന്നു. എക്സ്പീരിയൻസ് കിട്ടാണ്ട് ഒരു കൊച്ചിൻ്റെ 18 മുട്ടായി കൊടുത്തു, മറ്റേ കൊച്ചിൻ്റെ 17 മുട്ടായി കൊടുത്തു. രണ്ടും തമ്മിൽ കൂട്ടാൻ പറഞ്ഞു. അവിടെ ലാംഗ്വേജും വന്നു. ഇനി പിക്ചറോടെ എനിക്കിത് കാണിക്കണമല്ലോ, കാണിക്കണ്ടേ? കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചു 18 ഇവിടെ വരച്ച് കാണിച്ചു. ഓക്കെ, ഇവിടെ 17 വരച്ച് കാണിച്ചു. രണ്ടും കൂടി കൂട്ടാൻ പറഞ്ഞു. കുട്ടികൾ 17 18 എന്ന് പറഞ്ഞ് കൂട്ടിപ്പോയി. കുട്ടികൾക്ക് ഉത്തരം കിട്ടി. എന്നാലും സിമ്പിളിലേക്ക് വരുമ്പോൾ ഈ സാധനം എനിക്കവിടെ അപ്ലൈ ചെയ്യണോ? അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കുഴപ്പം വരും. എന്താണ് കുഴപ്പം? ആർക്കെങ്കിലും പറയാമോ? എന്താ കുഴപ്പം? 2ാം ക്ലാസ്സിലെ കൊച്ചിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ കൊടുത്ത കണക്കാ രണ്ടക്ക സംഖ്യകൾ കൂട്ടാൻ പറയുമ്പോൾ. എന്താ ഇവിടെ കൊടുത്ത കുഴപ്പം എന്നാ? നിങ്ങൾക്കൊരു കുഴപ്പം തോന്നില്ലേ? കൈശ്വരം മോശമെന്ന് മാത്രം പറയല്. അതെനിക്ക് ജന്മന കിട്ടിയ കാര്യമാണ്, അതല്ലാതെ വേറെ എന്തെങ്കിലും. കറക്റ്റാണ് പറഞ്ഞത്. കണ്ടോ? അതായത് ആദ്യം തന്നെ റിമൈൻഡർ അഥവാ ശിഷ്ടം വരുന്ന കണക്കുകൾ കൊടുത്താൽ കുട്ടികൾ ഗണിതത്തിനോടൊരു വിരസത കാണിക്കും. അയ്യോ, ഇത്രയും പാടാണോ എന്ന് വിചാരിക്കും. നേരെ മറിച്ച് ഈ ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കുവാണ്. മക്കളെ ചെയ്തേ 11 + 11 എത്രയാ? 1 1 2 1 1 2 കിട്ടി. അങ്ങനെയാണ് 22 വരെ 22 ചെയ്തേ. 22 + 22 കണ്ടോ? 2 2 4 2 2 4. അങ്ങനെയാണ് ഇതും ചെയ്തേ. 11 + 12 കുട്ടികൾ ചെയ്ത് 2 1 3 1 1 2 കണ്ടോ? പടപടയും ചെയ്തു മാറും. കാരണം വിരലിൽ കൂട്ടാനുള്ള സാധനങ്ങളേ ഉള്ളൂ അല്ലേ? സിമ്പിളായിട്ടുള്ള കണക്കാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, 21 + 32. നോക്കിയേ മക്കളെ, 2 1 3 3 2 5 53 ഉത്തരം. കണ്ടോ? അങ്ങനെ ചെയ്ത് നോക്കും. പിള്ളേർക്കും അയ്യേ ഇത്രയേ ഉള്ളൂ മാത്സ് കൂട്ടാൻ, ഈ വലിയ സംഭവം എന്ന് ഓർക്കും. ശേഷം 2 ദിവസം ഇതിൽ നിന്നതിന് ശേഷം വേണം 3ാം ദിവസം എന്ത് ചെയ്യാനായിട്ട്? ഏറ്റവും ആദ്യത്തെ റിമൈൻഡർ വരുന്ന ആരാണ്? 16 + 15 അല്ലെങ്കിൽ 15 + 15 എന്നിട്ട് കൊടുക്കാൻ. അപ്പം നമ്മൾ പറയണം, നോക്കിയേ 6 5 11 മക്കളെ. 11 ഇവിടെ ഒറ്റയ്ക്ക് എഴുതിയാൽ, മൊത്തത്തിൽ എഴുതിയാൽ നമ്മുടെ ഉത്തരം തെറ്റും. അതുകൊണ്ട് നമ്മൾ ഓരോന്നേ എഴുതത്തുള്ളൂ. ബാക്കിയൊന്നും നമ്മൾ ആർക്ക് കടം കൊടുക്കും? ഈ കിടക്കുന്ന ഒന്നിൻ്റെ കൂട്ടത്തിലുള്ള ആർക്ക് കടം കൊടുക്കും. കടം കൊടുത്തതിന് നമ്മൾ വട്ടത്തിലിടുന്നു. ബാക്കിയുള്ളവർ ഒരുമിച്ച് കൂട്ടുന്നു. 1 1 2 2 1 3 ഉത്തരം കിട്ടി 31. കണ്ടോ? ഇങ്ങനെ വേണം കയറിപ്പോകാൻ. അതായത് ഒരാഴ്ച എടുത്ത് വേണം ഈ പരിപാടി നടത്താൻ. പതുക്കെ അവരെ ട്രാക്കിലോട്ട് ഇടാൻ പറ്റത്തുള്ളൂ. കാരണം കൂട്ടൽ. ഇതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ആദ്യം തന്നെ എന്ത് കൊടുക്കരുത്? റിമൈൻഡർ വരുന്ന കാര്യങ്ങൾ എടുത്ത് കൊടുക്കരുത്. അല്ലാതെയുള്ള മൾട്ടിപ്ലിക്കേഷൻ, ഡയറക്റ്റ് ചെയ്യാനുള്ള മൾട്ടിപ്ലിക്കേഷൻ്റെ ടേബിൾസ് വേണം നമ്മൾ സെറ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഒരു പ്രവർത്തനം നമ്മളിവിടെ എഴുതുന്നു. വിലയിരുത്തൽ കോളത്തിൽ എഴുതുകയാണ്. അമൽ എന്ന് പറയുന്ന കുട്ടി വളരെ മനോഹരമായി ചെയ്തു. പക്ഷേ രാഹുലിന് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള കുഞ്ഞുങ്ങളോട് സഹായം ചോദിച്ച് അവൻ ചെയ്യാനിടയായി. കൂടുതൽ സംശയം വന്നപ്പോൾ അമലു എന്നോട് സംശയം ചോദിച്ചു. കണ്ടോ? അങ്ങനെ വേണം വിലയിരുത്തൽ കോളത്തിൽ എഴുതാൻ. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർമാർ എടുത്ത് നോക്കുമ്പോൾ
AO വന്ന് നോക്കിയാലും DO വന്ന് നോക്കിയാലും മനസ്സിലാവും ഈ ടീച്ചർ ക്ലാസ്സിൽ ആക്റ്റീവാണ്. ടീച്ചർ കുട്ടികളെ പറ്റി ശരിക്കറിയാം, കുട്ടികളോട് പഠന നിലവാരം അറിയാം. വേണ്ട, പേരൻസ് മീറ്റിംഗ് നമ്മൾ വിളിച്ചു കൂട്ടി നമുക്ക് പറയാം ഇന്ന ക്ലാസ്സിൽ ഇന്ന എല്ലാം പഠിപ്പിച്ചപ്പോൾ കൊച്ചിന് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, അതായത് മാത്സിന് ഇച്ചിരി പുറകോട്ടാണ്. അങ്ങനെ പറയില്ല, മാത്സിന് കുറച്ച് സപ്പോർട്ട് അവന് കൊടുക്കണം. കണ്ടോ, അങ്ങനെ വേണം പറയാൻ, ഒരു സജഷൻ പോലെ വേണം കൊടുക്കാൻ. അതുപോലെ തന്നെ ഗണിതത്തിൽ അവനെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണേ, അവൻ കത്തി കയറും. ബാക്കിയുള്ള വിഷയത്തിലെല്ലാം ഭയങ്കര പഠിത്തമാണ്, ഗണിതത്തിൽ മാത്രം 1-2 മാർക്ക് കുറവുണ്ട്. അതുകൂടി അവനൊന്ന് വീട്ടിലും ശ്രദ്ധിക്കുക, ഞാനും ശ്രദ്ധിക്കാം, സ്കൂളിൽ വരുന്ന ഞങ്ങളും ടീച്ചേഴ്സും എല്ലാം ശ്രദ്ധിക്കാം. അപ്പോൾ അവൻ സെറ്റാവും, ക്ലാസ്സിൽ ഫസ്റ്റാവും എന്ന് പറഞ്ഞു നോക്കിയേ, കുട്ടികൾ പഠിക്കും. കണ്ടോ, നമ്മുടെ വാക്കിലിരിക്കും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ വിലയിരുത്തൽ കോളത്തിൽ അങ്ങനെ വേണം എഴുതാൻ. ഇനിയും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ തോന്നത്തില്ലേ, ഞാൻ ഈ കാണിച്ചത് മണ്ടത്തരമാണെന്ന് തോന്നത്തില്ലേ? ഞാനിപ്പോൾ ആദ്യം പോയി ഈ കണക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് കൊടുക്കണ്ടായിരുന്നു. കാരണം 7 8 എന്ന് പറഞ്ഞ കണക്ക് കൂട്ടുമ്പോൾ ഒരു 15ൻ്റെ 5 എടുത്തു. ഒന്നാമത് ഇത് കൂട്ടാനുള്ള പാട്, 2ാം ക്ലാസ്സിൽ ഇരിക്കുന്ന ഓച്ച. പിന്നെ 1 എടുത്ത് ശിഷ്ടം എഴുതാൻ ആദ്യം കണക്ക് ഉണ്ടോ, ആദ്യം തന്നെ ശിഷ്ടം എഴുതാൻ കൊടുത്തു, പിന്നെ 3 കൊടുത്തു. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഒരു പ്രയാസം നേരിടും. അപ്പോൾ ഞാൻ എന്തിൻ്റെ അകത്ത് കൊണ്ടുപോകണം എഴുതാൻ? ടീച്ചിങ് മാലിൻ്റെ ഏറ്റവും അവസാനം ടീച്ചർ എഴുതേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? എന്നാ അത്? ഒന്നും എഴുതിയിട്ടില്ലേ? പ്രതിഫലാത്മക ചിന്താക്കുറിപ്പ് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? റിഫ്ലക്റ്റീവ് നോട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ ഇനി എഴുതുന്ന ടീച്ചർമാരിനകത്ത് എഴുതണം കേട്ടോ. പ്രതിഫലാത്മക ചിന്താക്കുറിപ്പ് എഴുതിയിട്ടില്ലേ ആരും? ആരും എഴുതിയിട്ടില്ലേ? സാരമില്ല. റിഫ്ലക്റ്റീവ് നോട്ട് എഴുതിയിട്ടുണ്ടോ? രണ്ടും ഒന്ന് തന്നെ കേട്ടോ. എഴുതിയിട്ടുണ്ടോ? അതുമില്ല. എന്നാൽ റിഫ്ലക്റ്റീവ് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്നെ പറയാത്തേ? അതിനകത്ത് തന്നെ എഴുതി വെക്കുന്നേ, റിഫ്ലക്റ്റീവ് നോട്ടിനകത്ത് തന്നെ എഴുതി വെക്കുന്നേ, പ്രതിഫല കുറിപ്പിനകത്ത് തന്നെ എഴുതി വെക്കുന്നത് സാധാരണ. ടീച്ചർ എങ്ങനെ മെച്ചപ്പെടണം, അതായത് പ്രതിഫലാത്മക ചിന്താക്കുറിപ്പ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ്സിൻ്റെ പ്രതിഫലക്കുറിപ്പ് എഴുതുകയാണ്. ഞാൻ ഒന്നാമത് കൊടുത്ത 17 + 18 എന്ന് പറഞ്ഞ കണക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം കുട്ടികൾക്ക് ആദ്യമേ, 2ലെ കുട്ടികൾക്ക് ആദ്യമേ ഈ വരുന്ന ശിഷ്ടത്തിൻ്റെ കണക്കുകൾ കൊടുത്താൽ അവരത് പ്രയാസമാണ്. പഠിപ്പിക്കാൻ ഞാനും ഒരുപാട് പ്രയാസം നേരിട്ടു. ഇതാണ് ഞാൻ നേരിട്ട പ്രശ്നം. ഞാൻ എന്താ പരിഹാരം? എന്താ? നാളെ മുതൽ ഞാൻ ശിഷ്ടം വരാത്ത കണക്കുകൾ കുട്ടികളെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചതിന് ശേഷം ശിഷ്ടം വരുന്ന കണക്കിലേക്ക് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും. കണ്ടോ, നമുക്കും ഒരു വിലയിരുത്തലായില്ലേ, സ്വയം വിലയിരുത്തലായില്ലേ? അപ്പോൾ ഇത് ഒരാളെടുത്ത് നോക്കുവാണെങ്കിൽ കണ്ടില്ലേ, നമ്മുടെ തെറ്റുകൾ നമ്മൾ കണ്ടു, മനസ്സിലാക്കി, തിരുത്തി മുന്നോട്ട് പോകുന്നു അടുത്ത ക്ലാസ് തൊട്ട്. അപ്പം നമുക്ക് നമ്മളെ പറ്റിയും കുട്ടികളെ പറ്റിയും കുട്ടികളുടെ മനോഭാവത്തെ പറ്റിയും നമ്മുടെ പഠന രീതിയെ പറ്റിയും നമ്മൾ മാറേണ്ട രീതിയെ പറ്റിയും എല്ലാം അവയർനെസ്സായി. ആയില്ലേ? അപ്പം അങ്ങനെ വേണം ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി വെക്കാൻ. അപ്പോൾ ടീച്ചിങ് മാനുവൽ ഉണ്ടാക്കേണ്ട ഗുണം എന്നാന്ന് മനസ്സിലായോ? നമ്മളെ അറിയാനും കുട്ടികളെ അറിയാനും പഠനരീതികൾ മെച്ചപ്പെടുത്തുവാനും പഠനാസൂത്രണം ബോധപൂർവമായിട്ട് നടത്തുവാനും വിലയിരുത്തൽ നടത്തുവാനും CCE കണ്ടിന്യൂസ് ഇവാലുവേഷനും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനും അതുപോലെ തന്നെ ഇവാലുവേഷൻ മൂല്യനിർണ്ണയങ്ങൾ നടത്തുവാനും നമ്മളെ സഹായിക്കും. അല്ലാതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ടീച്ചർമാരിൽ പോലും ഇല്ലാതെ ക്ലാസ്സിൽ ചെന്നാൽ ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രം പഠിപ്പിക്കാൻ പോയാൽ കുട്ടികൾക്കൊന്നും കിട്ടിയെന്ന് വരില്ല. നിങ്ങൾ എന്നാ ബ്രൈറ്റ് വേണേലും ആയിക്കോട്ടെ, പക്ഷേ ഒന്ന് നോക്കണം. ഏത് ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പിലും ഒന്ന് നോക്കിയിട്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോകാൻ. കാരണം വളർന്നു വരുന്ന സമൂഹമാണ് നമുക്ക് മുമ്പിലിരിക്കുന്നത്. അവരുടെ ഭാവി നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ അത് മുൻപോട്ട് കൊണ്ടുപോകാൻ അധ്യാപകരായ നമ്മൾ ബാധ്യസ്ഥരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളതിനെ പ്രത്യേകം നോക്കണം. അങ്ങനെ വേണം ഒരു ടീച്ചിങ് മാനുവൽ. പ്രത്യേകിച്ച് ഈ പ്രതിഫലാത്മക കുറിപ്പിൽ നിന്നൊക്കെ എപ്പോഴും ചോദ്യം വരും. ടീച്ചർ ഒരു ക്ലാസ്സിന് ശേഷം ടീച്ചർ സ്വയമേ വിലയിരുത്തി ക്ലാസ്സിൽ വന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ടീച്ചർ തയ്യാറാക്കുന്ന കുറിപ്പിന് പറയുന്ന പേരെന്ത്? എന്താണ് പേര്? ചോദിക്കുന്ന ചോദ്യം എന്താണ് ആ കുറിപ്പിന് പറയുന്ന പേര്? റിഫ്ലക്റ്റീവ് നോട്ട് അഥവാ പ്രതിഫലാത്മക ചിന്താ കുറിപ്പ് കേട്ടോ. ഇപ്പം തന്നെ ഓർത്തോണം, നാളെ തൊട്ട് എഴുതിയും തുടങ്ങിക്കണം. അപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഈ ക്ലാസ്സിന് ശേഷം എനിക്ക് എഴുതാൻ സാധിക്കും എന്താണ്, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിയില്ലായിരുന്നു, എനിക്ക് അതിനെപ്പറ്റി അറിവുള്ളവരാക്കാൻ എന്നെ സഹായിച്ചു, പക്ഷേ ഇതിൽ അറിവുള്ളവരും ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി എന്തെങ്കിലും കൂടുതലായിട്ട് ഞാൻ കരുതേണ്ടിയിരുന്നു. കണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ സ്വയമേ ഒന്ന് വിചിന്തനം ചെയ്താലും മതി. അതെന്തായി? പ്രതിഫലാത്മക ചിന്താക്കുറിപ്പായി മാറിക്കോളും. സോ അങ്ങനെ വേണം നമ്മൾ ക്ലാസ് മുറിയിൽ കുട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ, ടീച്ചിങ് മാനുവൽ എഴുതുവാൻ, പെഡഗോഗിക് അനാലിസിസ് തയ്യാറാക്കാൻ. സോ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ സ്ഥിരം ഉണ്ട്, മനസ്സിലായോ? സോ
ഇതിലെന്തെങ്കിലും ഡൗട്ടുണ്ടോ ഇത്രയും കാര്യത്തിൽ? ഉണ്ടോ?